മുമ്പിലുള്ള ഈ മുതഅല്ലിമീങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തവരാണ്. അവരുടെയൊക്കെ കൂട്ടുകാർ അവരുടെ നാടുകളിൽ സുബഹിസ്കരിക്കാതെ നടക്കുന്നുണ്ടാവും. ഹദ്ദാദ് അവർക്ക് പരിചയമേ ഉണ്ടാവില്ല, ജമാഅത്തുള്ള നിസ്കാരം അവർക്ക് അറിയണ്ടാവില്ല, ഖുർആൻ കണ്ടിട്ടുണ്ടാവില്ല, മദ്രസ നിർത്തിയ ആളുകളൊക്കെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ മാതാവിനെയും പിതാവിനെയൊക്കെ ബത്സിച്ച് അവർ പറയുന്നതൊന്നും കേൾക്കാതെ ഓവ് ജാലിൽ ഓവ് പാലത്തിൽ ഒക്കെ ജീവിതം കുറേ തള്ളി നീക്കി എന്നല്ല, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ കാരിയറുകളും അഡിക്റ്റുകളുമായി ജീവിക്കായിരിക്കും ഇവരോടൊപ്പമുള്ള ആളുകളൊക്കെ. അവരും കുറേ പ്രലോഭനങ്ങൾ അതിജയിക്കുന്നുണ്ട്. ഉമ്മാനോടൊപ്പം നിൽക്കുക എന്തായാലും ഒരു ഇഷ്ടമുള്ള പരിപാടിയായിരിക്കും മോനെ, അല്ലേ? ഉമ്മാനോടൊപ്പം നിൽക്കുക എന്തായാലും ഒരു ഇഷ്ടമുള്ള പരിപാടിയായിരിക്കും. പിന്നെ അവർ കളിച്ചു വളർന്ന ഗ്രൗണ്ട്, സ്കൂള്, ടീച്ചർമാർ, കളിക്കൂട്ടുകാർ, അവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സ്നേഹജനങ്ങൾ, പെങ്ങന്മാരൊക്കെ പ്രത്യേകിച്ചു തല്ലുകൂടിയിട്ടുണ്ടാവും നല്ലോണം. പക്ഷെ വിട്ടുപിരിയുന്ന സമയത്തുണ്ട് പെങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു വികാര പ്രകടനം. അത് വല്ലാതെ മനുഷ്യനെ തോൽപ്പിച്ച് കളയും. കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ, ആങ്ങളച്ചക്കൻ 2 ദിവസമായിട്ട് പന്തലിലൊക്കെ ആകെ സജീവമായിരിക്കും, എല്ലാത്തിനും ഓടിപ്പായാൽ. താത്ത ഇറങ്ങണ സമയത്തുണ്ട് പിന്നെ കാർ ഷെഡ് പോയിട്ടൊരു പൊട്ടൽ. ഇങ്ങനെ നിരവധിയായ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും അതിജയിച്ചാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ അവർ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. സുബഹിൻ്റെ മുമ്പേ എണീക്കണം, അതും കഴിഞ്ഞൊരു 10-11 മണിക്ക് രാത്രി പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. ജമാഅത്തിന് കൃത്യമായിട്ട് പങ്കെടുക്കണം. നല്ലൊരു ബർമൂഡയും ടീഷർട്ടും ഒക്കെ ഇട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റൂല. ഉണ്ടോ? ഈ അതബിലിങ്ങനെ വലിയ തലകെട്ടും കെട്ടി കന്തൂറിയിട്ട് ഇരിക്കണം. പക്ഷെ അവർ ചെയ്യുന്നൊരു ദൗത്യമുണ്ട്, ഈ പരിശുദ്ധ ദീനിനെ സമൂഹത്തിന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പ്. അതിന് ഭാഗ്യം ചെയ്തവർ, ഒരു നിയോഗം പോലെ എത്തിച്ചേർന്നവർ, പടച്ച റബ്ബ് പ്രത്യേകം തിരഞ്ഞെടുത്തവർ. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഈ മുതഅല്ലിമീങ്ങളെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത്. അതുകൊണ്ട് അവരെ ഇഷ്ടപ്പെടണം. നമ്മൾ കാണുന്നിടത്തൊക്കെ നമുക്ക് ആ സ്നേഹം വരണം. ഇവർ ദീനിൻ്റെ കാവൽക്കാരാണ്, നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നവരാണ്. ഇന്നത്തെ പുതിയ കാലത്ത് നമ്മുടെ മക്കളെ ദീനിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും സുതാര്യമായ സംവിധാനവും ഇതുപോലെയുള്ള വല്ല സ്ഥാപനത്തിലും കൊണ്ടുപോയി ആക്കുക എന്നുള്ളതാണ്. അതോടുകൂടെ തോറ്റുപോകുന്നില്ല. ഇപ്രാവശ്യം 7% ആളുകളാണ് CAക്ക് വിജയിച്ചത്. അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് 2-3 മൂല്യരട്ടികളുണ്ട്. ആൾ ഇന്ത്യ ലെവലിൽ 7% ഇപ്രാവശ്യത്തെ CAയുടെ വിജയം. CAനെ പറ്റി അറിയുന്നുണ്ടാവും. ആവശ്യമുള്ള അത്രയാണ് ഒരു വർഷം അവർ വിജയിപ്പിക്കുക. ആ 7% വിജയിച്ചതിൽ മൂല്യരട്ടികളെ കാണുന്നു നമ്മൾ. ഒന്നല്ല, ഒന്നിലധികം. നമ്മളൊക്കെ നേരിട്ട് പരിചയമുള്ള 2-3 കുട്ടിയാണ്. പിന്നെ നിരവധിയായ PGയും BEdും PhDയും ആഫിലും സഖാഫിയും അഹസനിയും ഒക്കെയായ എത്ര കുട്ടികളുണ്ട് നമ്മുടെ മുന്നിൽ. ഞാൻ നേരിട്ട് അറിയുന്നൊരു കുട്ടിയുണ്ട്, അയാൾക്ക് 3 ഡിഗ്രി ഉണ്ട്, LLBയും ഇംഗ്ലീഷും പിന്നെ ജേർണലിസം. ഇംഗ്ലീഷിൽ PG ഉണ്ട്, BEd ഉണ്ട്, പിന്നെ LLM പഠിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം PhD ചെയ്യുന്നു. ആള് സഖാഫിയാണ്, ഹാഫിളുമാണ്. ഇതാണ് പുതിയ കാലം. അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ സേഫായി സംരക്ഷിക്കാൻ പറ്റുന്ന വളരെ സുതാര്യം, നമുക്ക് ഉറപ്പുള്ള ഒരു മേഖലയാണ് ഈ മുതഅല്ലിമീങ്ങളാക്കുക എന്നുള്ളത്. ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും അങ്ങനെ വേണം താനും റഫറി ആവാനേ. 11 22 ആളുകൾ കളിച്ച പ്രശ്നമായിരിക്കും, അതിൻ്റെ ഇടയിൽ ഓടിപ്പായാൻ ഒരുത്തം വേണം. അതാണ് ഈ റഫറി. മൂപ്പര് കൺട്രോൾ ചെയ്യണം. നമ്മളെ കുടുംബത്തിൽ മാതാപിതാക്കളൊക്കെ അങ്ങനെ പോകുന്നൊരു കാലം വരും. മക്കൾ മാത്രമാവും, മക്കളുടെ മക്കൾ, പിന്നെ ഈ മക്കളുടെ ഭാര്യമാർ. അപ്പം നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്ന ആ സെറ്റപ്പ് ഇത്തിരി കുറഞ്ഞു വരും. അപ്പം കക്ഷി ചേർന്ന് കുടുംബ വഴക്കുകളിൽ പങ്കെടുക്കാതെ ദീനനുസരിച്ച് തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ നമ്മുടെയൊക്കെ കുടുംബത്തിൽ വേണം. ഇത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്. തിരൂർ ഭാഗത്ത് ഇങ്ങനെ പ്രസംഗം നടത്തിയപ്പോൾ ഫുൾ A+ ഉള്ള ഒരു കുട്ടിയെയും കൊണ്ട് ഒരു ചെറുപ്പക്കാരനാകുന്ന സമ്പന്നനാകുന്ന ബിസിനസ്സുകാരൻ്റെ അടുത്ത് വന്നിട്ട് ആ പറഞ്ഞത് എനിക്ക് ശരിക്കും ബോധ്യമായി. ഇവനെവിടെയെങ്കിലും നിങ്ങൾ തന്നെ മുൻകൈ എടുത്തൊന്ന് ചേർത്തി തരണം എന്ന് പറഞ്ഞൊരു അനുഭവം ഉണ്ടായിരിക്കും. ആ കുട്ടിപ്പോൾ MSc കഴിഞ്ഞ് ഫിസിക്സിൽ
നല്ല മൊലിയൊരുട്ടിയാണ്. റഷ്യൻ ഗവൺമെൻറ് ഈയിടെ ഇന്ത്യയിൽ നിന്ന് 3 പേരെ പ്രത്യേകം സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ട് മോസ്കോയിൽ പോയി പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അതിലൊരാൾ ഈ മൊലിയൊരുട്ടിയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവരെ സാക്ഷി നിർത്തിയാണ് നമ്മൾ ഈ പരിപാടി, ഈ സ്വലാത്ത്, ഈ കുത്തുബിയത്ത്, ഈ ദുആ. അതിന് സേവനം ചെയ്യുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് ഈ സദസ്സിലുള്ളവർ. അല്ലാണ്ട് റസൂൽ പറഞ്ഞൊരു 4 ടീമുണ്ട്. 5ാമത് നിങ്ങൾ ആവരുതെന്ന് അവിടുന്ന് പ്രത്യേകം പറഞ്ഞു. ആ 4 ടീമും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാണ്. കുൻ ആലിമൻ, ഒന്നുകിൽ നീ പണ്ഡിതനാവണം. കുറേ ആ ദർജയിലെത്തിയവർ ഈ സദസ്സിലുണ്ട്. നമ്മളൊക്കെ അവരെ കേൾക്കാനും മനസ്സിലാക്കാനും വന്നതാണ്, അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞത് കുൻ ആലിമൻ, നീ ആലിമാവണം. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ മുതഅല്ലിമാവണം. നമ്മുടെ 2 വരിയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരാണ്. ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ അവരെ കേട്ട് പഠിച്ച് പണ്ഡിതന്മാരെ അംഗീകരിച്ച് നകളിപ്പില്ലാതെ അഹങ്കാരമില്ലാതെ എന്താ അയാൾ പറയണത് കേൾക്കണോ ഞാൻ എന്ന ദുഷ്ടചിന്തയില്ലാതെ പക്വമായൊരു ജീവിതം നയിക്കാൻ എനിക്ക് പറ്റണം. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ഇവരെ ഇഷ്ടപ്പെട്ട് അവർ നിലനിൽക്കണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടു കൂടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാളാവണം. നമ്മുടെ പള്ളിയുടെ കുറവ് തീർക്കണം. നമ്മുടെ ദർസിലെ കുട്ടികൾക്ക് വെറും പായയിൽ കടന്നുറങ്ങുകയാണെങ്കിൽ അത് നല്ല കട്ടിലൊന്നുമില്ലെങ്കിലും ഒരു ചെറിയ മാറ്റ്, ഒരു ബെഡിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റണം. അവർക്ക് പേനല്ലെങ്കിൽ, അവർക്ക് കോളേജിലും സ്കൂളിലും പഠിക്കാനുള്ള ഉപകരണങ്ങളില്ലെങ്കിൽ, അങ്ങനത്തെ കുറേ കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ കരുത് പൊക്കെ ഇട്ടൊക്കെയാണ്. ഇവർ നന്നായിട്ട് ഡ്രസ്സൊക്കെ അലക്കിയിട്ട് ഏൺ ചെയ്ത് നമ്മുടെ മുമ്പിൽ കൂടെ വരുമ്പോൾ ഇതൊക്കെ യൂസുഫ് അലിഖാൻ്റെ പേരക്കുട്ടികളാണെന്ന് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ. സത്യത്തിൽ കുറേ കുട്ടികൾ അങ്ങനെ തന്നെ ഉണ്ട്. ഏൺ ചെയ്തിട്ട് ഈ ഭാഗം പൊള്ളിപ്പോയ ഷർട്ടെല്ലാം ഇട്ടിട്ട് ജുമാക്ക് വരുന്നൊരു മുത്താലിമിനെ ഞാൻ കണ്ടു. ജുമാ കഴിഞ്ഞിട്ട് സ്വകാര്യമായിട്ട് ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചു, എന്തെങ്ങനെ തന്നെ ഇട്ടത്? ഓ മിണ്ടിയില്ല. വേറൊരു കുപ്പായം കൂടെ ഉള്ളൂ, അത് നനച്ചിട്ട് ഉണങ്ങിയിട്ടില്ല എന്നാ പറയുന്നത്. ഇത് കത്തിയത് അവൻ്റെ ഇഷ്ടത്തിന് കത്തിയൊന്നുമല്ല, അബദ്ധത്തിൽ കത്തിപ്പോയതാണ്. അങ്ങനത്തെ കുറേ മുത്താലിമീങ്ങൾ ഇപ്പോഴും ഉണ്ട്. പൊതുവേ സമൂഹം അങ്ങനെ ആയിരിക്കും. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവനാകണം. മുത്താലിമിനെയും ആലിമിനെയും. അതാ വ്യക്തിയല്ല, ആ വ്യക്തിയല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അദ്ദേഹം ചെയ്യുന്ന സേവനം. സത്യം പറഞ്ഞാൽ മദ്രസയിലൊക്കെ നിൽക്കുന്ന ഉസ്താദുമാരുണ്ട്, അവർ ചെയ്യുന്ന സേവനത്തെ നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയില്ല. മുദരിസിന്റെ അടുത്തേക്ക് വരുന്ന ഇത്തരം വലിയ കുട്ടികൾക്ക് ദീനറിയാം, ഖുർആൻ ഓതാൻ അറിയാം, മഖ്റജുകൾ അറിയാം, അക്ഷരശുദ്ധിയോടുകൂടെ പാരായണം പറ്റും, നോമ്പെടുക്കാനും നിസ്കരിക്കാനും അവർക്ക് പറ്റും. നേരെ മറിച്ച് മദ്രസയിലേക്ക് വരുന്ന ഒരു കുട്ടി മുണ്ടഴിഞ്ഞാൽ ഉടുക്കാൻ പറ്റാത്തവനാണ്, മൂക്കൊലിച്ചാൽ അത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തവനാണ്, ഉമ്മയുടെ നിഴലിൽ മാത്രം ജീവിച്ച് ശീലിച്ചവനാണ്. ആ കുട്ടിയെ നേരത്തെ ഞാൻ പറഞ്ഞ വിധം ഇസ്ലാം പഠിച്ച്, സംസ്കാര പഠിച്ച്, ഇബാദത്തുകൾ പഠിച്ച്, ഖുർആൻ ഓതാൻ പഠിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുന്ന മദ്രസ ഉസ്താദുമാരാണ്. ശമ്പളമൊക്കെ എത്ര ആയിരിക്കും എന്നറിയും, വളരെ തുച്ഛായിരിക്കും. അവിടെ ലോകത്ത് ഇതുവരെ ഒരു സമരവും നടന്നിട്ടില്ല, ഒരു പഠിപ്പുമുടുക്കലും നടന്നിട്ടില്ല. അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് അനിഷ്ടകരമായി എന്തോന്ന് പ്രവർത്തിച്ചു, അത് കാരണം പിരിച്ചുവിടുമ്പോൾ ബാക്കിയുള്ള ആളുകൾ എല്ലാവരും കൂടെ പള്ളിയുടെ മുന്നിൽ കുത്തിയിരുന്ന് ഘോരവ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്തിനു വേണ്ടിയാണത്? ഈ ദീന് നിലനിൽക്കണമെങ്കിൽ വിജ്ഞാനത്തിൻ്റെ പ്രസരണം നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സഹാബ കിറാമിൻ്റെ ജീവിതം ഏകദേശം അങ്ങനെ തന്നെ ആയിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണി കടന്നാണ് വിദ്യാഭ്യാസം നേടിയത്. അഹ്ലുസ് സുഫയുടെ ലീഡറായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദർസിലെ കുട്ടികളുടെ ഇടയിലെ ലീഡറായിരുന്നു. പട്ടിണി കടന്നു നിരവധി ദിവസങ്ങൾ. വഴിയോരങ്ങളിൽ കയറി നിൽക്കും സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വരുന്ന ഓരോരുത്തരോടും സലാം പറയും, നീട്ടി സലാം പറയും, അസ്സലാമു അലൈക്കും. പലരും സലാം അടക്കിയിട്ടാണ് ഇറങ്ങിപ്പോകും. സലാം അടക്കി വലൈക്കും സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. മൂപ്പരുദ്ദേശം അതല്ല. സലാം പറയുമ്പോൾ വലൈക്കും അസ്സലാം കഞ്ഞുടിച്ച അബൂ ഹുറൈറ എന്ന് ചോദിക്കലായിരുന്നു മൂപ്പരുടെ ഉദ്ദേശം. പക്ഷെ പലരും സലാം അടക്കി അങ്ങനെ കയറിപ്പോകും. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ദൂരം നിന്ന് വരുന്നത് മഹാനുഭാവൻ കണ്ടു. എന്തെങ്കിലും ഒക്കുന്നു മൂപ്പരുടെ മനസ്സിൽ നല്ലൊരു പ്രതീക്ഷ മുളപൊട്ടി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ അസ്സലാമു അലൈക്കും മഹാനായ അബൂ ഹുറൈറ തങ്ങൾ നീട്ടി സലാം പറയുന്നുണ്ട്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലൈക്കും അസ്സലാം ഇന്ന് വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. പണം മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിച്ച് സ്വർഗം നേടിയ മഹാത്മാവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജറ പോകുന്ന സമയത്ത് 35,000 ദിർഹം ഉണ്ടായിരുന്നു കയ്യിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 സ്വർഗ്ഗക്കാരെ ഒരു ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാമനായി നിൽക്കുന്ന സിദ്ദീഖ് തങ്ങൾ അന്നത്തെ ഏറ്റവും നല്ല മുതലാളിമാരുടെ ഗണത്തിൽപ്പെട്ട ആളായിരുന്നു. അവസാന തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിയപ്പോൾ ഒരു ചെറിയ തൂവാലയിൽ ഇത്തിരി ദിർഹമുമായിട്ട് മഹാനുഭാവൻ നബി തങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാലോ ചരിത്രം. ഉമർ ഫാറൂഖ് തങ്ങൾ ഇന്നെങ്കിലും ഒന്ന് സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പരുടെ സ്വത്തിന്റെ നേർപകുതി വലിയ ഭാണ്ഡത്തിൽ കെട്ടി ചുമണ്ട് വഹിച്ചായിരുന്നു മൂപ്പരാൾ വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് ഒരിത്തിരി ചെറിയൊരു കിഴിയുമായിട്ട് വരുന്നത് കണ്ടപ്പോഴേ ഉമർ ഫാറൂഖ് തങ്ങൾ വിചാരിച്ചു, ഈ മത്സരത്തിലെങ്കിലും ഒന്ന് ജയിച്ചല്ലോ. അതൊരു മോശം മത്സരമല്ല, പ്രവണത അല്ല. വസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിൽ മത്സരിച്ചു മുന്നേറണമെന്ന ഖുർആനിന്റെ ആഹ്വാനപ്രകാരം ആ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സിദ്ദീഖ് തങ്ങളെക്കാൾ കൂടുതൽ ദാനം ചെയ്ത് പുണ്യം നേടാൻ വേണ്ടിയാണ് മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ അങ്ങനെ വന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇതാണല്ലേ സംഭാവന? അതെ. മക്കൾക്കും ഭാര്യയ്ക്കും വീട്ടാവശ്യത്തിനു വേണ്ടി എന്താ ശേഷിപ്പുള്ളത്? മിണ്ടിയില്ല സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. റസൂൽ ചോദ്യം ആവർത്തിച്ചപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു, അല്ലാഹു റസൂൽ, അല്ലാഹുവും റസൂലും ഒരു ചെല്ലിക്കാശ് വീട്ടിലില്ല. റേഷൻ വാങ്ങാനും മക്കൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണ്ടി വന്നാലും ചെലവഴിക്കാൻ ഒരു ചില്ലിക്കാശ് വീട്ടിലില്ല. മൊത്തം തുടച്ചുകൂട്ടി ഇതേ കിഴികെട്ടി കൊണ്ടുവന്നിരിക്കുന്നു. സയ്യിദുനാ ഉമർ ഫാറൂഖ് തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു, ഇല്ല, സിദ്ദീഖ് വരെ തോൽപ്പിക്കാൻ കഴിയില്ല. മഹാനുഭാവൻ വലിയ ഭാണ്ഡം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നേരെ പകുതി കുടുംബത്തിന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു വലിയ സമൂഹമാണ് റസൂലിൽ നിന്ന് ദീന് പഠിക്കുന്നത്. അത് കൈമാറി നമ്മിലേക്ക് എത്തിക്കുന്നത്. ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ദേശാടനം നടത്തിയവർ. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് 1,00,000-ൽ പരം സഹാബികളുണ്ട് മുത്തറസൂലിന്റെ അവസാന പ്രഭാഷണം കേൾക്കാൻ. പക്ഷേ മദീനയിൽ ആകെ തപ്പിയാലും 1,000-ൽ താഴെ സഹാബികളുടെ ഖബറെ കാണാൻ പറ്റുള്ളൂ അത്രേ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം അവസാനമായി സ്പർശിച്ചയാൾ ഖുസ്മു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ റസൂൽ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ച് ആ ഖബറിൽ വെച്ച് അവസാനമായി ചുംബനം കൊടുത്ത് കയറി വന്ന ഭാഗ്യവാൻ. മറവിട്ട് കിടക്കുന്നത് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമാവുന്ന താഷ്കൻഡിലാണ്. എത്ര ദൂരം സഞ്ചരിക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. മദീനയിൽ നിന്ന് താഷ്കൻഡിലേക്ക് ഒരു AC ഉള്ള കാറുണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. ഈ കുതിരപ്പുറത്തോ ഒട്ടപ്പുറത്തോ ഏറി പ്രകൃതിയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ച് എത്ര കഷ്ടപ്പെട്ട് വേണം ഖുസ്മു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് താഷ്കൻഡിലേക്ക് എത്താൻ. മഹാനുഭാവനെ പോലെയുള്ളവർ ഈ കഠിന യാത്ര ചെയ്ത് ദീന് ദഅവത്ത് നടത്തിയതുകൊണ്ട് നമ്മുടെ കിതാബുകളിൽ മാവറാ അൻ-നഹർ എന്ന് പറയുന്ന വിശുദ്ധമായ വൈജ്ഞാനിക പ്രദേശമുണ്ട്. അതാണ് ഈ താഷ്കൻഡ്. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അവിടെയാണ് മഹാന്മാരാവുന്ന ഹദീസ് പണ്ഡിതന്മാർ ഉദയം ചെയ്തത്. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാമുന ഹക്കീമു തുർമുദി റളിയല്ലാഹു അൻഹു, വിശ്വാസ ശാസ്ത്രത്തിലെ പ്രമുഖനാകുന്ന ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹു, ആ ആത്മീയ രംഗത്ത് വളരെ പ്രസിദ്ധനും കുത്തുബുകളിൽ പെടുന്ന മഹാനുമാകുന്ന മഹാനായ ഇമാം നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഈ മാവറാ അൻ-നഹറിലാണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്, കിർഗിസ്ഥാനിലാണ്, ആ ഭാഗത്തുള്ള കുറേ നാടുകളിലാണ്. ഈ ഹദീസിന്റെ സമാഹരണത്തിൽ ഏറ്റവും ഔന്നിത്യമുള്ള ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹ്, ഇത് വിരചിതമാകുന്നത് മക്കത്തല്ല, ഇത് രചിക്കപ്പെടുന്നത് മദീനയിൽ വെച്ചല്ല, അല്ലെങ്കിൽ ഇത് രചിച്ചത് ബഗ്ദാദിലോ അന്നത്തെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്ന കൂഫയിലോ ഡമസ്കസിലോ ഒന്നുമല്ല. ഇപ്പുറത്ത് വന്നിട്ട് ബുഖാറയിലാണ് അത് രചിക്കപ്പെടുന്നത്. ഇമാം മുസ്ലിം തങ്ങൾ ആ ഭാഗത്തുനിന്ന് വരുന്നു.
എങ്ങനെയാണ് ഇത്ര വലിയ പണ്ഡിത ജ്യോതിസുകൾ ഒരിക്കലും സാധ്യതയില്ലാത്ത അവിടുന്ന് ജനിച്ചു വരുന്നത്? ഖുസ്മു ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ദീർഘയാത്ര ചെയ്ത് ദീനിനെ പ്രചരിപ്പിക്കാൻ അങ്ങോട്ട് എത്തിയതുകൊണ്ട് ഈ ഒരു യാത്ര ഇസ്ലാമിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനം വെച്ച് ഞാൻ നിങ്ങൾക്ക് ഈ ദഅവത്ത് പൂർത്തിയാക്കി തന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബലാ റസൂലല്ലാഹ്, അങ്ങത് എത്തിച്ചു തന്നുവെന്ന് സഹാബാ കിറാം ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കൈ മുകളിലേക്ക് ഉയർത്തി, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ സാക്ഷി, ഞാൻ ഈ ദഅവത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫൽ യുബല്ലിഗുൽ ഹാലിറുൽ ഗായിബ്, ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഈ ആഹ്വാനം നിർവഹിച്ചുകൊണ്ടാണ് ദേശാന്തരങ്ങൾ കടന്ന് പായക്കപ്പലിലും മറ്റും ജീവൻ പണയപ്പെടുത്തി അവർ യാത്ര ചെയ്തത്. അങ്ങനത്തെ രണ്ട് മഹാന്മാരെ കുറിച്ചാണ് നമ്മളിന്ന് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്പുറത്തെ തങ്ങൾ യമനിലെ തെരീമിൽ നിന്ന് വരുന്നു ദീന് പ്രചരിക്കാൻ. യമൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കളിത്തൊട്ടില്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ. ഒറിജിനൽ ദീനും ദീനിന്റെ വിജ്ഞാനവും അഖീദയും ഫിഖ്ഹും, അന്നത്തെ ഫിഖ്ഹ് വ്യാപകാർത്ഥത്തിലുള്ളതാണ്, വിശ്വാസശാസ്ത്രമൊക്കെ പെടുത്തുന്ന നമ്മുടെ കർമ്മകാണ്ഡം മാത്രമല്ല. അൽ ഫിഖ്ഹു യമാനിൻ, ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഫിഖ്ഹ് അഖീദ സംഗതികളെല്ലാം അത് വളരെ ഏറ്റവും ആധികാരികമായത് യമാനിൽ നിന്നുള്ളതാകുന്നു. വൽ ഹിക്മത്തു യമാനിയത്തുൻ, മറ്റെല്ലാ വിജ്ഞാനങ്ങളും ഒറിജിനൽ യമനിൽ നിന്ന് വരുന്നതാകുന്നു. യമനിനെ പിന്നെയും പിന്നെയും ഹബീബായ നിബിതങ്ങൾ പുകഴ്ത്തി. യമനുകാർ നിങ്ങളുടെ അടുത്തേക്ക് വരും, അറക്കുൽ ഖുലൂബ്, അവര് ആർദ്ര ഹൃദയരായിരിക്കും, ആരോടും വിദ്വേഷം വെക്കണവരല്ല. ഈ സാദാത്യങ്ങൾ മൊത്തം അങ്ങനെയാണ്. നമ്മൾ വത്സിക്കുമ്പോഴും ചിരിക്കും, നമ്മൾ എതിർക്കുമ്പോഴും അവർ അത് ആസ്വദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ് അറക്കുൽ ഖുലൂബ്. അവർ വളരെ ആർദ്ര ഹൃദയരായിരിക്കും. അവർ വന്നാൽ നിങ്ങൾ സ്വീകരിക്കണം. എന്തുകൊണ്ടാൽ ഫിഖ്ഹു യമാനിൻ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആനന്ദകരമായൊരു സന്ദർഭത്തിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വഫീ ഷാമിനാ, ഞങ്ങളെ യമനിലും ഷാമിലും നീ ബർക്കത്ത് ചെയ്യണം. ആ ബർക്കത്ത് പിന്നെ ഇങ്ങനെ കാണാം നമുക്ക്. ഷാമിലെ ഡമസ്കസിന്റെ വെള്ളമുനാരത്തിലാണ് ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം ഇനി ഖിയാമത്ത് നാളിന്റെ കാലത്ത് എല്ലാ ഗസയിലെ പാവപ്പെട്ട മനുഷ്യന്മാർക്കും നീതി വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങി വരുന്നത്. പട്ടിണി കടന്ന് മരിച്ചിട്ട് ഉമ്മാന്റെ ഉപ്പാന്റെ കൈ കടന്നിട്ട് മരിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ മക്കൾക്ക് നീതി കിട്ടും. അതിറങ്ങി വരുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ച ഡമസ്കസിലെ വെള്ളമുനാരത്തിന്റെ അടുത്താണ്. ഈ ഡമസ്കസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഷാമിന് വേണ്ടി ഹബീബായ റസൂൽ തങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹളറമൗത്തും ഈ യമനിന്റെ ഭാഗം, നമ്മൾ നിമിഷപ്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് യമന് ചർച്ചയിൽ വരുന്നുണ്ട്. റസൂലുള്ളാഹി ദുആർക്കുന്നു. ആ സമയത്ത് മറ്റ് ഒരു ടീം ദുആ ആവശ്യപ്പെടുന്നുണ്ട്, വഫീ നജ്ദിനായ റസൂലല്ലാഹ്, ഞങ്ങളെ നജ്ദിനു വേണ്ടി ദുആർക്കണം. മുത്തറസൂൽ മൈൻഡ് ചെയ്തില്ല. രണ്ടാമതും മൂന്നാമതും ഇതേ ദുആ നടത്തി. ഓരോ സമയത്തും നജ്ദുകാർ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിന് വേണ്ടിയും അനുഗ്രഹ പ്രാർത്ഥന നടത്തണം. മൂന്നാം പ്രാവശ്യം അവർ നിർബന്ധിച്ചപ്പോൾ എന്തിനവിടേക്ക് പ്രാർത്ഥിക്കണില്ല എന്ന് മുത്തറസൂൽ വിശദീകരിച്ചു. വഫീഹാ യത്ലഉ ഖർനു ശൈത്വാൻ, ആ നജ്ദിലായിരിക്കും പിശാചിന്റെ കൊമ്പ് വെളിപ്പെടുക. ആ നജ്ദിലായിരിക്കും പിശാചിന്റെ കൊമ്പ് വെളിപ്പെടുക. റസൂലുള്ളാഹി തങ്ങളുടെ കാലം മുതൽ നമ്മൾ ഈ ജീവിക്കുന്ന 2025 വരെ നജ്ദിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒറ്റ പിശാചിന്റെ കൊമ്പേ ഉയർത്തു വന്നിട്ടുള്ളൂ. ലോകത്തെ സ്വാധീനിച്ച ഒരേ ഒരു പ്രസ്ഥാനവും വിപ്ലവവുമേ ഈ നജ്ദിൽ നിന്ന് ഉയർക്കൊണ്ടിട്ടുള്ളൂ. അതാണ് വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന സാധനം. നമുക്ക് രണ്ട് രീതികൾ പരിചയപ്പെടാൻ. അള്ളാഹുവിന്റെ റസൂൽ ബർക്കത്തിന് ദ്വാരക്കുന്നു യമനിൽ നിന്ന്. അള്ളാഹുവിന്റെ റസൂൽ ദ്വാരക്കൂലാന്ന് വാശി പിടിച്ച് അതിന്റെ കാരണം ബോധ്യപ്പെടുത്തുന്നു നജ്ദിനെ കുറിച്ച്. ആ നജ്ദിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം വരുന്നു. റസൂലുള്ളാഹി പുകഴ്ത്തി പറഞ്ഞ യമനിൽ നിന്ന് സാദാത്യങ്ങൾ വഴി പരിശുദ്ധ അഹ്ലുസ് സുന്ന വൽ ജമാഅ കടന്നു വരുന്നു. അമ്പർത്ത തങ്ങൾ യമനിലെ തെരീമെന്നാണ് വരുന്നത്. ബഹുമാനപ്പെട്ടവർ വന്നിട്ടാണ് ഇന്ന് കാണുന്ന മലപ്പുറം എന്നൊക്കെയുള്ള രീതിയിൽ അതൊരു വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുന്നത്.
മഹാനുഭാവൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഭൂരിപക്ഷ പ്രദേശമായിട്ടും അവിടെ ഒരു അന്യമതസ്ഥനും ഒരു പ്രയാസവും അനുഭവിക്കേണ്ടി വരാത്തത്. ചില ആളുകളൊക്കെ മലപ്പുറത്ത് വിട്ട് പരിചയമില്ലാത്തവരൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയും, ഇവിടെ മറ്റു മതക്കാർക്ക് ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. അത് കേൾക്കണ ഓരോ മലപ്പുറക്കാരനാകുന്ന മുസ്ലിമും അന്തം വിട്ടുപോകും. ഇതുവരെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടില്ല, ആ വിധത്തിൽ ഒരു കൊലയും നടന്നിട്ടില്ല. എല്ലാവരും സ്നേഹത്തോടുകൂടെ മാത്രം ജീവിക്കുന്നു. അതെന്തുകൊണ്ട്? സൂഫി പാരമ്പര്യം വഴി ഇസ്ലാം വന്നതുകൊണ്ട്, മമ്പുറത്തെ തങ്ങൾ പഠിപ്പിച്ചതുകൊണ്ട്, കോന്തുനായരെ സുഹൃത്തായി വെച്ച മമ്പുറത്തെ തങ്ങളിൽ നിന്ന് സമൂഹം ഈ ഒരു ദീന് സ്വീകരിച്ചതുകൊണ്ട്, ഈ ഒരു പാരമ്പര്യ ദീനിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള വിജയത്തിൻ്റെ ഏക മാർഗം. അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. അതിനാണ് ഈ മഹാന്മാരെ നമ്മൾ ഇടക്കിടക്ക് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലൊക്കെ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ലാൻഡ് മേടിക്കാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്നൊരു നിയമമാണ്. മുസ്ലിം അല്ലാത്ത ഒരൊറ്റ മനുഷ്യനും അവിടുത്തുകാരനായിട്ട് അവിടെ ജീവിക്കുന്നില്ല. ജോലിക്കാരൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടാകും. എങ്ങനെയാണ് ആ ഒരു നാട് ഇவ்விധം ഒരു ആത്മീയ നാടായി മാറുന്നത്? കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്ത്രോത്ത് ദ്വീപിൽ നിന്ന് ലക്ഷദ്വീപിൽ മൊത്തം വെളിച്ചം വിതറിയ ഉബൈദുള്ള തങ്ങൾ, മഹാനുഭാവന്റെ ക്ഷണപ്രകാരം കടന്നു വന്ന നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന കാസിം വലിയുല്ലാഹി, ഇവരിൽ നിന്ന് ദീന് പഠിച്ചത് കൊണ്ടാണ് ലക്ഷദ്വീപിൽ ഇതുവരെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു വീടിൻ്റെയും അതിർത്തികൾ വലിയ മതിൽ കെട്ടിയിട്ട് അവർ വേർതിരിക്കാത്തത്. ഒരു മതിൽ പോലുമില്ല, ഒരു വേലി പോലുമില്ല. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ലാൻഡ് എത്രയാണ്? അപ്പൊ അവരൊരു ഏകദേശം സാധ്യത പറയും. ഇവിടെ കുഴിച്ചു നോക്കിയ കല്ല് കാണുമെന്ന് പറയും. ഉള്ളിലാണ് അടയാളം, പുറത്തില്ല. വാതിലടക്കലില്ല കടന്നുറങ്ങുമ്പോ, വാതിലടക്കൂല കടന്നുറങ്ങുമ്പോ. ക്ഷുദ്രജീവികൾ വരൂലെന്ന് ചോദിക്കും. നായല്ല, പട്ടില്ല, തേളില്ല, പാമ്പില്ല, കാക്ക പോലും ഇല്ല. പലപ്പോഴും കോഴിക്ക് കൂടില്ല, കോഴിക്ക് കൂടില്ല. പിന്നെ ഓരോരുത്തരുടെ കോഴിയെ തിരിച്ചറിയാൻ ചിറകിനുള്ളിൽ ഒരു പ്രത്യേകം ഒരു തുണി കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും, കെട്ടിവെച്ചിട്ടുണ്ടാവും. ആ പച്ച തുണിയൊക്കെ ഉള്ളത് ഒരു കോഴി, ഒരു വീട്ടിലെ കോഴികളായിരിക്കും. ചുവപ്പ് തുണിയൊക്കെ ഉള്ളത് വേറെ വീട്ടിലെ കോഴികളായിരിക്കും. ഈ ചുവപ്പ് കോഴിയിട്ട മുട്ട ഏത് വീട്ടിലാണെങ്കിൽ അവിടേക്ക് അത് എത്തിയിരിക്കും. ആരും അത് പൊക്കൂല. കോഴികളൊക്കെ എത്തിരി ആകെയുള്ള 2-3 മരമുണ്ട്, ഈ ശീമപ്ലാവിൻ്റെ ഒക്കെ, അതുമ്മ കയറിയിരിക്കും. രാത്രി അങ്ങനെയാണ് താമസം. കോഴികൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അതിരുകളില്ല. എന്തുകൊണ്ട് ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് കൊലപാതകം ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് ജയിൽ നിർമ്മിച്ചിട്ടും പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടും ഒരു കേസ് പോലും അവിടെ രേഖപ്പെടുത്താതെ പോകുന്നു? പുതിയ കാലത്തൊക്കെ മാറും. മാറ്റാൻ വേണ്ടി ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാറ്റാനുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങളുണ്ട് ഗവൺമെന്റിന്റെ തലത്തിലും ഈ സാംസ്കാരിക ശൂന്യരുടെ നേതൃത്വത്തിലും. എന്തുകൊണ്ടാണ് ഒരൊറ്റ കൊലപാതകത്തിനും ഒരാളെയും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസുമാർ നമ്മളെ കാണുമ്പോൾ ബഹുമാനിച്ച് സൈഡിലേക്ക് മാറി നിൽക്കുന്നത്? എയർപോർട്ടിൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ അഹങ്കാരത്തിൻ്റെയും നകളിപ്പിൻ്റെയും മൂർത്തരൂപങ്ങളായിട്ട് കയറടാ ഇറങ്ങടാ എന്ന് പറയുന്നതിന് പകരം ഉസ്താദേ ഞാൻ അതൊന്ന് നോക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് ആദരപൂർവ്വം നമ്മളെ കയറ്റി നിർത്തി ചുറ്റുഭാഗം ഇങ്ങനെ വിനയത്തിൽ ഇങ്ങനെ പരിശോധിക്കാൻ അവർക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ദീനെത്തുന്നത് നജിദിൽ നിന്നല്ല, അവിടെ ദീനെത്തിയത് യമനിൽ നിന്നാണ്. അവിടെ ദീനെത്തിയത് തീവ്രവാദികളാകുന്ന ഏതെങ്കിലും മൗലവി വഴിയല്ല, സ്നേഹത്തിന്റെ പര്യായങ്ങളാകുന്ന ആത്മീയ നായകന്മാർ വഴിയാണ്. അവിടേക്ക് ദീനെത്തുന്നത് ദീനിനെ നേരാവണ്ണം പഠിച്ചു ഉൾക്കൊണ്ട ഉബൈദുള്ള തങ്ങളുടെയും ഖാസിം വലിയുള്ളാഹിയുടെയും നേതൃത്വത്തിലാണ്. അവർക്ക് അങ്ങനെയേ കഴിയൂ. ആത്മഹത്യ അവരുടെ ലിസ്റ്റിലേ ഇല്ല. ഇപ്പൊ നമ്മൾ പതിയെ അതിൽ നിന്ന് മാറും, ലക്ഷദ്വീപ് മാറും. എന്തുകൊണ്ട്? ഈ ഒരു സൗന്ദര്യം അവിടെ നിലനിൽക്കരുത് എന്നതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗംഭീരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു. മദ്യം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു, ഒഴിക്കണമെന്ന് പലരും തീരുമാനിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അവിടെയുള്ള തെങ്ങുകളൊക്കെ റോഡ് സൈഡിൽ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. അത് ഗവൺമെൻറ് അവരുടെ വഴിയിലേക്ക് കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എലിപ്പാടിന് ചുറ്റുമുള്ള ഏക്കറകൾ യാതൊരുവിധ മുന്നറിയിപ്പ് പോലും ഇല്ലാതെ അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. വിദ്ര എന്ന ദ്വീപ് മുഴുവനായിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് കൽപ്പന വരാനിരിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് പലരുടെയും ആവശ്യമാണ്. നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ തന്നെയല്ലേ?
നമ്മളാലോചിച്ച് നോക്കുക, മയക്കുമരുന്നിനെതിരെ ഭയങ്കരമായ പോരാട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ നടത്തും പോലീസൊക്കെ. പലപ്പോഴും തോന്നാറെന്താണെന്നറിയാവോ? അവർക്ക് ലാഭം കിട്ടാതെ കരിഞ്ചന്തയിൽ ഇതൊക്കെ വിൽക്കണോണ്ടാണ് എന്നാണ്. കാര്യം 11 ടൈപ്പ് മയക്കുമരുന്നുണ്ട് കേരളത്തിൽ വ്യാപകമായി വിതരണം ചെയ്യുന്നു. ഒന്നും ഔദ്യോഗികമല്ല, ഒക്കെ കരിഞ്ചന്ത വഴി. അപ്പം ഇതിന് ലാഭം കിട്ടൂല. അതുകൊണ്ടാണോ ഇങ്ങനെ എതിർപ്പും തോന്നിപ്പോകും? എന്തുകൊണ്ട്? അതല്ലെങ്കിൽ മനുഷ്യനെ മയക്കുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിരോധിക്കേണ്ടതാണ്, പിടിക്കേണ്ടതാണ്. പക്ഷെ അതില്ല, ഒഴുകിക്കൊണ്ടിരിക്കും. കേരളക്കാരൻ്റെ കുടിമുട്ടരുത് എന്ന് കരുതി നമ്മുടെ പാലക്കാട് ജില്ലയിൽ വളരെ ഗംഭീരമായൊരു ഈ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ പോകുന്നു. ഒരു 9 കൊല്ലം മുന്നേ 28 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ 872 ബാറുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 9 കൊല്ലം കൊണ്ടുണ്ടായ അഭൂതപൂർവമായ വികസനമാണ് കേരളത്തിന്. അരി വാങ്ങുന്നതിൻ്റെ ഇരട്ടിയിലേറെ കാശ് മദ്യം വാങ്ങാൻ വേണ്ടി കേരളക്കാരൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പലരുടെയും ആവശ്യമാണ്. മദ്യം ചെലവാകണം. 7 രൂപക്ക് വിതരണം ചെയ്യാൻ പറ്റുന്ന സാധനം 200-നും 170-നും MPനും വിൽക്കണം. അതുവഴി ആർട്ട് തകരണം. കുറേ ആശുപത്രി വ്യവസായികൾ പിടിച്ചു നിൽക്കണം. നിരന്തരമായി രോഗികളാവണം. അങ്ങനെ കുറേ മരുന്ന് കമ്പനിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. കുറേ ആക്സിഡന്റുകൾ പറ്റണം. അങ്ങനെ കുറേ കാർ കമ്പനിക്കാർ റേഷൻ വാങ്ങണം. ഇതൊരു ഭയങ്കരമായ ഒരു ശൃംഖലയാണ്. ഇത് ഒഴിവാക്കിയിട്ട് ഈ കുത്തക ബൂർഷ മുതലാളിമാർക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യൻ എന്തായാലും കൊള്ളാം, അവർക്ക് പണം സ്വരൂപിക്കൊണ്ടേയിരിക്കണം. ഇതാണ് പുതിയ സാമ്പത്തിക വ്യവസ്ഥ. ഇതിൻ്റെ ഭാഗമാണ് പറഞ്ഞു പ്രലോഭിപ്പിച്ച് കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും എതിർ ജെൻഡർ ആവാനുള്ള ശ്രമം പോലും നടത്തുന്നത്. ഞാനത് പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. മലപ്പുറം ജില്ലയിൽ ഈയിടെ ഒരു ആചാര്യരുടെ കവർ പോർച്ചിൽ വന്നിട്ട് ഒരു ട്രാൻസ് വുമൺ ആത്മഹത്യ ചെയ്തു. ആ വീട്ടിലെ മകനുമായി അവർക്ക് ഈ പ്രണയബന്ധമുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് കുറേ ആത്മഹത്യ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷദ്വീപിൽ ആത്മഹത്യ ഇല്ലെന്ന്. ഈ ദീനിനോടുള്ള ബന്ധവും ആത്മീയതയോടുള്ള അടുപ്പവും കാരണമാണ് സംഭവിക്കുന്നത്. മുജാഹിദുകൾ വലിയ പള്ളി ഉണ്ടാക്കും. കവരത്തിയിലൊക്കെ ഉണ്ട് 3-4 നിലയിലുള്ള ഭയങ്കര പള്ളി. ഞാൻ ചോദിച്ചു, ഇതിലൊക്കെ ആരാള്? ജുമാക്ക് പോലും കഷ്ടിച്ച് ഒരു സൊഫ് 1.25 സൊഫ് ആളുണ്ടാവും. പിന്നെ എന്തിനാണിത്? പിന്നെ എന്തിനാണ് ഈ പള്ളി? പക്ഷെ ഖുർആനിൽ അങ്ങനത്തെ പള്ളിക്ക് ഒരു പേരുണ്ട്, മസ്ജിദുൽ ദിറാർ, പ്രശ്നങ്ങളുടെ മസ്ജിദ്. അങ്ങനെ വരുമ്പോൾ ആത്മീയത ഇല്ല, ഔലിയാക്കളോട് ബന്ധമില്ല, സ്വലാത്തില്ല, ദിക്റില്ല, ഹദ്ദാദില്ല. അപ്പൊ പതിയെ പതിയെ മനുഷ്യൻ ഭ്രാന്തനായി മാറും. പതിയെ പതിയെ മനുഷ്യൻ യുക്തി കൊണ്ട് ചിന്തിക്കുന്നവനായി തീരും. അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, ആത്മഹത്യ വരും, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങും ഉടൻ. സിനിമക്കാർ പോയി കയറി മേയുന്നു. സിനിമയുടെ പ്രവർത്തകർ എന്നും പറഞ്ഞിട്ട് ഡെയിലി 1000 രൂപയൊക്കെ കൂലി കൊടുത്ത് അവിടെയുള്ള ചെറുപ്പക്കാരെ മൊത്തം സിനിമയുടെ ഉള്ളിൽ 1-2 മാസം അവർ കറക്കിയെടുക്കുന്നു. ഇവർ പോന്നാലും അവരാ ഹാങ് ഓവറിൽ നിന്ന് മാറൂല. അവർക്ക് മദ്യം കിട്ടേണ്ടി വരും, മയക്കുമരുന്ന് വേണ്ടി വരും. പതിയെ 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 ആത്മീയത പിൻവലിയുമ്പോൾ സ്വാഭാവികമായും അവിടെ അനർത്ഥങ്ങൾ പ്രത്യക്ഷപ്പെടും. നമ്മുടെ കേരളത്തിലൊക്കെ അതാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം പേരുള്ള ആത്മഹത്യകൾ കാണുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പിലെ മേധാവിയായിരുന്ന ഡോക്ടറാണ് മുസ്ലിം പേരുള്ള ഒരു ചെറുപ്പക്കാരി സഹോദരിയാണ് 3 ദിവസം മുന്നേ ആത്മഹത്യ ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ തൊട്ടടുത്ത മഹലിൽ പ്രണയം മൂത്ത 9ാം ക്ലാസ്സുകാരിയെ വാപ്പ ഉപദേശിച്ചതായിരുന്നു, വേണ്ടെന്ന്. അവർ പിന്നെയും അതിൽ നിന്ന് മാറാതെ വന്നപ്പോൾ ട്യൂഷൻ സെൻ്ററിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അതുകൊണ്ട് ഇനി നാളെ മുതൽ ട്യൂഷന് പോകണ്ടെന്ന് അയാളൊരു വർത്താനം പറഞ്ഞതാ. അതങ്ങനെ സീരിയസ് ആയി പറഞ്ഞതൊന്നുമല്ല. പെണ്ണ് കെട്ടിത്തൂങ്ങി. എൻ്റെ തൊട്ടപ്പുറത്താണ് മുസ്ലിം പേരുള്ള ട്രാൻസ് വുമണിൻ്റെ ആത്മഹത്യ. ഞാൻ ഇപ്പോൾ പറഞ്ഞു. കേരളത്തിൽ ലോകാടിസ്ഥാനത്തിൽ എങ്ങനെ ചിന്തിച്ചാലും മുസ്ലിം സൊസൈറ്റിയിൽ ആത്മഹത്യ ഇല്ല എന്ന് പറയാൻ പറ്റും വിധം വിരളായിരുന്നു ഇതുവരെയും. അങ്ങനെയാണ് ലോകത്തുള്ള കണക്ക്. മുസ്ലിം രാജ്യങ്ങളിലാണ് ആത്മഹത്യ വളരെ 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 കുറവ്. വെറുതെ പറയണതല്ല. ആത്മഹത്യയെക്കുറിച്ച് മനോഹരമായൊരു ഗ്രന്ഥമുണ്ട്, കോട്ടയത്ത് DC ബുക്സ് പുറത്തിറക്കിയത്. മലയാളികൾ ഇങ്ങനെ മരിക്കണമെന്ന് അതിൻ്റെ പേര്. മുൻ പോലീസ് ഓഫീസർ സിബി മാത്യു ആണ് അത് രചിച്ചത്. അദ്ദേഹം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന പേരിൽ അതിലൊരു ഹെഡിങ് തന്നെ കൊണ്ടുവരുന്നുണ്ട്. പണ്ടേതൊരു പോഴത്തക്കാരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മൂപ്പര് അതിൻ്റെ നേരെ നെഗറ്റീവ് വശമാണ് ചർച്ച ചെയ്യുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. അദ്ദേഹം ആ ലേഖനത്തിൽ സമർത്ഥിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട്, കുറേയൊക്കെ
ആത്മഹത്യ വളരെ കുറവാണെന്നാണ്. ലോകാടിസ്ഥാനത്തിലും അതാണ് കണക്ക്. മനുഷ്യൻ ഏറ്റവും നല്ല സന്തോഷം അനുഭവിക്കുന്ന നാടുകൾ എന്ന രീതിയിൽ എല്ലാ വർഷവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന കുറേ നാടുകളുണ്ട്. സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ പോലെയുള്ള യുക്തിവാദികൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയപ്പെടുന്ന നാടുകൾ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സിൽ അവർ മേലെയാണ്, സന്തോഷത്തിൻ്റെ സൂചികയിൽ അവർ മേലെയാണ്, ആത്മഹത്യ ഏറ്റവും കൂടുതലുണ്ട്. ഇതെങ്ങനെ വൈരുദ്ധ്യം എന്നുള്ളത് നമുക്ക് പൂരിപ്പിക്കാൻ കഴിയില്ല. സംഭവം എങ്ങനെയാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്, അവിടെയാണ് ഇതിൻ്റെ വിഷയം. അതൊന്നും വേദിയിൽ വിശദീകരിക്കണം എന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സൂചന മാത്രം ഞാൻ പറയാം. ഇഷ്ടംപോലെ മദ്യം കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നുണ്ട്. ഏത് പെണ്ണിനേറ്റും നിനക്ക് സെക്സ് നടത്താൻ പറ്റുന്നുണ്ടോ? ആ പറ്റുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നല്ല സന്തോഷമാണല്ലേ? ആ നല്ല സന്തോഷമാണ്. ഇതാണ് ഹാപ്പിനെസ് ഇൻഡെക്സ്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കുത്തിമറിയുന്നു, പരിഹാരം ആത്മഹത്യയിൽ ഒതുങ്ങുന്നു. അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുകളിൽ നിൽക്കുന്ന സ്വീഡനിൽ, നോർവേയിൽ, ഡെൻമാർക്കിൽ ആത്മഹത്യയും മുന്നിൽ നിൽക്കുന്നു. എന്നാൽ ഏറ്റവും കുറവ് ആത്മഹത്യ നടക്കുന്നത് മുസ്ലിം സമൂഹങ്ങൾ കൂട്ടമായി ജീവിക്കുന്നിടങ്ങളിലാണ്. കേരളത്തിൽ തന്നെയും മലപ്പുറം ജില്ലയിലാണ്. ഞാൻ പറഞ്ഞല്ലോ സുബിമാത്തുവിന്റെ പുസ്തകം. അതിന് മാറ്റം വരുന്നു. എന്തുകൊണ്ട്? പതിയെ പതിയെ ലിബറൽ ചിന്തകൾ ഈ സമൂഹത്തെയും ബാധിക്കുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ളതാണെന്ന് വിചാരിക്കുന്നു. ആർഭാടത്തോടുകൂടെ ജീവിക്കണം. അതിന് പറ്റും വിധത്തിലുള്ള ജീവിതക്രമം തിരഞ്ഞെടുക്കണം. കുറേ സഹോദരിമാർ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. കേരളം ഒരു 10 വർഷം കൊണ്ട് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും മാരകമായൊരു വിപത്ത് പെണ്ണുകെട്ടൽ നടക്കൂല എന്നതാണ്. ഇപ്പോൾ തന്നെ 30% യുവതികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. കല്യാണത്തിനോട് താല്പര്യമില്ല. പിന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, അതിന് പണം വേണം, ജോലി വേണം, ജോലി ചെയ്തിട്ട് പണം നേടണം, ആരെയും ആശ്രയിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റണം. ഈ ആശ്രയിക്കൽ എന്ന് പറഞ്ഞാൽ അത്ര മോശം പരിപാടിയൊന്നുമല്ല. ആരെങ്കിലും ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരിക. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നു. സാമ്പത്തിക രംഗത്ത് ഭർത്താവിനെ ആശ്രയിക്കുന്നുവെങ്കിൽ വീടകവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഈ ഭർത്താവ് ഭാര്യയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്. കുറച്ച് കാശ് വേണമെന്നുണ്ടെങ്കിൽ ഭാര്യനോട് ചോദിക്കണം, എവിടെ എൻ്റെ പേന എന്നുള്ളത് അവരോട് ചോദിക്കണം. ഞാൻ വായിച്ചുകൊണ്ടിരുന്നൊരു പുസ്തകം ഉണ്ടല്ലോ, എവിടെ നീ വെച്ചു എന്നുള്ളത് അറിയണേൽ അവരോട് ചോദിക്കണം. കുറേയേറെ വിഷയത്തിൽ ആശ്രയിക്കുന്നു. അല്ലെങ്കിലും ആരെയും ആശ്രയിക്കാതെ ഒരു ശനം ഇങ്ങനെ ജീവിക്കാൻ പറ്റുക. എന്നിട്ട് ആരൊക്കെയോ പറഞ്ഞ് പ്രലോഭിച്ച കാരണം എനിക്ക് ജോലി വേണം, എനിക്ക് പണം സ്വന്തമായി വേണം, ആരെയും ആശ്രയിക്കാതെ ഞാനിങ്ങനെ വളരെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്നു 30% യുവതികൾ. ഇതിൻ്റെ ഭാഗമാണ് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിലേക്ക് വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ് എന്ന പഠനം പുറത്തു വരുന്നത്. ഇതിൻ്റെ ഭാഗമാണ് മലബാർ മേഖലയിൽ നിന്ന് പഠിക്കാനും ജോലിക്കും എറണാകുളത്തും മറ്റും പോയവരെ കൊണ്ട് പുറത്തിറങ്ങാൻ, ഫാമിലിയുമായി പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് എറണാകുളത്തെ വ്ളോഗർക്ക് എഴുതേണ്ടി വരുന്നത്. ഫാമിലിയുമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എന്താ കാര്യം? ഇവിടുന്നൊക്കെ പഠിക്കാനും ജോലി ചെയ്യാനും വരുന്ന സ്ത്രീജനങ്ങളുടെ പരസ്യമായ കൂത്താട്ടം കൊണ്ട്. നമ്മളെ കൂത്താടിപ്പിക്കേണ്ടതും നമ്മുടെ പാവനാടകത്തിൽ അഭിനയിപ്പിക്കേണ്ടതും കുറേ ആളുകളുടെ ആവശ്യമാണ്. അപ്പൊ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് എനിക്കും വേണ്ട കല്യാണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പയും ഉമ്മയും എത്ര അധ്വാനിച്ചാലും സ്ത്രീയുടെ സമ്മതം കിട്ടൂല. ഇനി എങ്ങാനും അവരൊന്ന് സമ്മതിച്ചാൽ തന്നെയും എന്തെങ്കിലുമൊക്കെ കുനുറ്റു പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കും. നീളം കൂടുതലാണ്, വണ്ണം കൂടുതലാണ്, നിറം കുറവാണ്, വിദ്യാഭ്യാസം ഇല്ല, ആളുടെ PG എന്ന് പറഞ്ഞാൽ ആർട്സ് വിഷയത്തിലാണ്, ഞാൻ സയൻസാണ്, കൊമേഴ്സാണ്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കല്യാണം മുടക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ PhDക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, PhD കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഇതൊക്കെ ഒരു ദീർഘ അവധി വെക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് PhD ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ? ജീവിക്കാൻ അവർക്ക് പണമുണ്ട്. പണം കൊണ്ട് നേടാനാവാത്തതൊന്നുമില്ല എന്നവരെ ഈ കാലം പഠിപ്പിച്ചിരിക്കുന്നു. യൂറോപ്പിന് പഠിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ. അവിടെയാണ് ഈ ആത്മീയ സ്ഥാപനങ്ങളുടെ പ്രസക്തി, ആത്മീയമായ യോഗങ്ങളുടെ പ്രസക്തി. ദർസിനെ കുറിച്ചും മദ്രസിനെ കുറിച്ചും നമ്മൾ പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നത്. ദർസിന്റെ ഇതുപോലെയുള്ള വേദികളിലേക്ക്, സ്വലാത്തിന്റെ കുതുബിയത്തിന്റെ വേദികളിലേക്ക് ഫാമിലിയിലെ എല്ലാവരെയും കൂട്ടി നമ്മളാകുന്ന രക്ഷിതാക്കളൊക്കെ പോരേണ്ടി വരുന്നത്.
യൂറോപ്പിന് പഠിക്കുകയാണ്. അവിടെ ഇപ്പോൾ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു ഭർത്താവും പ്രത്യേകമായിട്ട് ഒരു ഭാര്യയൊന്നും ഉണ്ടാവലില്ല. ഇതിനാണ് ലിവിങ് ടുഗദർ എന്ന് പറയാം. ഇപ്പോൾ അവിടുന്ന് മാറിയെന്നാണ്. ഞാൻ ഇന്ന് രാവിലെ വായിച്ചൊരു ലേഖനമുണ്ട്, അവിടുന്ന് മാറിയെന്നാണ്. ഞാനതോടെ വിശദീകരിക്കണില്ല, നിങ്ങളൊക്കെ എവിടുന്നേലും വായിച്ചിട്ടാവുമ്പോൾ മതി. കാര്യം ഏതെങ്കിലും ഇന്നെ കേൾക്കുന്ന ഒരാൾക്ക് അബദ്ധത്തിൽ അത് കൊള്ളാമെന്ന് തീരുമാനിച്ചാലോ, പിന്നെ എല്ലാവരും അത് അറിയണ സ്ഥിതിക്ക് പിന്നെ നമ്മൾ വിമർശിക്കാൻ പറഞ്ഞേക്കും. ലിവിങ് ടുഗദർ, ഏതെങ്കിലും ഒരുത്തനെ പിടിച്ച് കുറച്ചു കാലം ജീവിക്കുക. അവന് ഇവൾക്കും വേണ്ടാന്ന് തോന്നുമ്പോഴോ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ട തോന്നുമ്പോഴോ ഇട്ടെറിഞ്ഞു പോവുക. എന്നിട്ട് വേറൊരുത്തയെ പിടിക്കുക, ഇവൻ വേറൊരുത്തനെ പിടിക്കുക. 10,000 മെമ്പർമാരുള്ള ഹൗസ് ഹെൽപ്പിംഗ് ഗ്രൂപ്പിനെയാണ് കഴിഞ്ഞ വർഷം പോലീസ് കണ്ടെത്തിയത്. ഭാര്യമാരെ വെച്ചു മാറുന്നോർ സാംസ്കാരികതയിൽ മുന്നിൽ നിൽക്കുന്നുവെന്ന് നമ്മൾ നഗളിക്കുന്ന കേരളത്തിൽ 10,000. ഒരൊറ്റ കേസ് മാത്രമാണ് അത് സംബന്ധമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി മൊത്തവും നിലവിലില്ലാതെ ആവിയായിപ്പോയി. എന്തേ സംഭവം? ഇവരുടെയൊക്കെ പ്രലോഭനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുണ്ടായിരുന്ന IPC 377 അന്നേക്ക് നിരോധിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിലാണ് ബലാത്സംഗം പാടില്ലെന്ന് പറയുന്നത്, വ്യഭിചാരം പാടില്ലെന്ന് പറയുന്നത്, ലെസ്ബിയൻ ഗേ ലൈംഗിക ബന്ധങ്ങൾ പാടില്ലെന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. ഈ ഭാര്യമാരെ വെച്ചു മാറുന്ന 10,000 ആളുകളിൽ ചുരുങ്ങിയത് 5,000 ആണുങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു പെണ്ണിന് മാത്രമേ അത് പാടില്ല എന്ന് തോന്നിയിട്ടുള്ളൂ. അവൾ കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ള മൊത്തം ആ കേസ് തള്ളിപ്പോകുന്നു. പോലീസ് ഒന്നിച്ച് കൊട്ടക്കെടുത്ത കേസ് മൊത്തം തള്ളിപ്പോകുന്നു. എന്നുവെച്ചാൽ ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഒരുത്തൻ്റെ ഭാര്യനെ മറ്റൊരുത്തൻ കൊണ്ടുപോവുക, അവൻ്റെ ഭാര്യനെ ഇവനും കൊണ്ടുപോവുക. യൂറോപ്പിലൊക്കെ പണ്ട് ക്ലബ്ബുകളിലും പബ്ബുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവുമായിരുന്നു. അത്ര കാറിൻ്റെ ചാവി നറുക്കെടുത്തിട്ട് ആ കിട്ടുന്ന ചാവിയായിട്ട് ചെല്ലുക, അതിലുള്ള ഓളയും കൊണ്ട് കാറേറ്റ് പോവുക എന്നൊക്കെ ഉള്ളൊരു രീതി. വേറെ മാർഗങ്ങളൊക്കെ ഉണ്ട്, അതിൽ വേറെയും മാർഗങ്ങളൊക്കെ ഉണ്ട്. നമ്മളാരും പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് അവനത് വിസ്തരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ കേരളത്തിലും അത് വരിക. ഒരാളും രണ്ടാളും അല്ല, 10,000 ആളുകൾ. ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് കുത്തക പത്രങ്ങൾ പരസ്യം ചെയ്യുക. ഇതിലൂടെ അവരുടെ മറ്റ് വ്യക്തിപരമായ മോഹങ്ങളൊക്കെ തീർക്കുക. അതിൻ്റെ അനന്തരഫലം പലരും ആലോചിക്കണില്ല. ഗർഭകാലത്താണ് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ടത്, ഭർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമായി വരുന്നത്. ലിവിങ് ടുഗദറുകാരന് ഗർഭമായി കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ വേണ്ടെന്ന് വെച്ച് പോകാൻ പറ്റും. അവൾ മാത്രം ഇത് സംരക്ഷിക്കണം. പ്രസവ സമയത്ത് പുറമെ ആള് നിന്നിട്ടുള്ള ആ ഒരു കരുതൽ അകത്ത്, ലേബർ റൂമിൻ്റെ അകത്ത് കിടക്കുന്ന സ്ത്രീക്ക് നൽകുന്ന ധൈര്യമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് ഇടക്കിടക്ക് അവളുടെ ഉമ്മ പോയിട്ട്, അല്ലെങ്കിൽ അമ്മ പോയിട്ട്, ജ്യേഷ്ഠത്തി പോയിട്ട്, ജ്യേഷ്ഠൻ്റെ ഭാര്യ പോയിട്ട് വെള്ളം കൊടുക്കാനൊക്കെ ഇങ്ങനെ ചെല്ലണ സമയത്ത് അവൾക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അനുഭവിച്ച നമ്മുടെ സ്ത്രീജനങ്ങളോട് ചോദിക്കണം. ലിവിങ് ടുഗദറിൽ ഗർഭിണിയായൊരു പെണ്ണിന് ഇതൊരിക്കലും അനുഭവിക്കാൻ കഴിയില്ല. അവൾ ആരുടേതുമല്ല, ആരും അവളുടേതുമല്ല. പ്രസവം, കുട്ടിയെ വളർത്തൽ, അനുബന്ധമായ കുറേ ചെലവുകൾ, കുറേ അധ്വാനങ്ങൾ, ഇതൊക്കെ സ്വന്തം നടത്തേണ്ടി വരുന്നു. ലിവിങ് ടുഗദറിന് ഗർഭമായി എന്നറിയുന്നതോടുകൂടെ ഉപേക്ഷിച്ചു പോകുന്നതിനൊരു തടസ്സമില്ല. അവന് വേറൊരു പെണ്ണിനെ കിട്ടും. ഇതിൻ്റെ ഭാഗമാണ് 27% ലണ്ടനിലെ ആധുനിക അമ്മമാർക്ക് അവരുടെ കുട്ടിയുടെ അച്ഛൻ ആരാന്നറിയില്ല എന്നുള്ള കണക്ക് പുറത്തു വരുന്നത്. ഇത് കണ്ടുപിടിച്ച അമേരിക്കയിൽ 4,80,00,000 ജാരസന്താനങ്ങളുണ്ടെന്ന് കണക്ക് ഫാദർലെസ് അമേരിക്ക പോലെയുള്ള പുസ്തകങ്ങളിൽ വരുന്നത്. 4,80,00,000 ജാരസന്താനങ്ങൾ. ഏകദേശം 40 കോടി ജനങ്ങളുള്ള നാടാണ്. ഇന്ത്യയുടെ മാതിരി 150 കോടിയൊന്നുമില്ല. അതിൽ 4,80,00,000 ജാരസന്താനങ്ങൾ. സ്കൂള് കാലത്ത് ശരിക്കും LP കഴിയുന്നോടം മുതൽ തന്നെ ഗർഭിണികളായി പ്രസവിക്കുന്ന കുട്ടികളുണ്ട് അവിടെ. ക്യാമ്പസിന്റെ ചുമരിന്റെ പുറത്തേക്ക് കുഞ്ഞിനിട്ടിട്ട് അകത്ത് പോയിട്ട് വാഷ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അവിടെ, പെൺകുട്ടികളുണ്ട് അവിടെ. അതെന്നെ ആലോചിച്ച് നോക്കൂ. ഔദ്യോഗികമായ വിവാഹം നടന്നാൽ ആ സ്ത്രീക്ക് കിട്ടുന്ന പരിചരണവും കരുതലും എത്രയായിരിക്കും. കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴേക്കും ഇങ്ങനെ ബന്ധുക്കൾ ചോദിക്കൽ തുടങ്ങും, വിശേഷമൊന്നുമില്ലേ, വിശേഷം ആയോ എന്ന്. എങ്ങാനൊന്നും ആയിന്ന് റിപ്പോർട്ട് വന്നാൽ പിന്നെ അവിടെ സന്തോഷത്തിന്റെ പൂത്തിരികത്തും. ഉമ്മന്റെ ഫോണൊന്ന് നിൽക്കൂല. അനുജത്തിമാർക്ക്, ജ്യേഷ്ഠത്തിമാർക്ക്, ബന്ധുക്കൾക്ക്, അമ്മായിമാർക്കും ഒക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ കുഞ്ഞാളില്ലേ വിശേഷം അയക്കണ് ഇതുവരെ കേട്ടോ എന്ന് പറഞ്ഞിട്ട്.
ഈ പിന്തുണ ഈ കള്ളഗർഭത്തിൽ എങ്ങനെ കിട്ടാനാണ്? ചാടിപ്പോയിട്ട് ഏതെങ്കിലും ഒരുത്തനെ താൽക്കാലികമായിട്ട് വരിച്ച് ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോയിട്ട് താലിമാലയൊക്കെ ധരിച്ചിട്ട് വേഷവും മാറി ആരാലും സ്നേഹിക്കപ്പെടാതെ വെറുക്കപ്പെട്ട് നടക്കുന്നവർക്കൊക്കെ എങ്ങനെ അത് കിട്ടാനാണ്? നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ റമദാനിന്റെ ലാസ്റ്റ് നല്ല സമ്പന്നനും ഉദ്യോഗസ്ഥനും സുമുഖനും സുന്ദരനുമായൊരു ചെറുപ്പക്കാരനോട് കല്യാണം നിശ്ചയിച്ച ഒരു പെണ്ണാണ് ഒരു അന്യമതക്കാരനോടൊപ്പം ചാടിപ്പോണത്. പലരും പറഞ്ഞു അവളത് ശ്രദ്ധിച്ചതേയില്ല, എൻ്റെ ഏട്ടൻ എന്നെ പറ്റിക്കൂല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഇതേ ഈ മാസത്തിന്റെ ഫസ്റ്റിൽ തിരിച്ചോടി വന്നിരിക്കുന്നു. അയാൾ വൈകൃതമുണ്ട് എന്നും പറഞ്ഞിട്ട്, അയാൾ മദ്യം കുടിക്കാൻ നിർബന്ധിക്കാന്ന് പറഞ്ഞിട്ട്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായ സെക്സ് ഹറാസ്മെന്റിന് വിധേയമാക്കുകയാണെന്നും പറഞ്ഞിട്ട് ഒരു ക്രൈസ്തവനാകുന്ന ചെറുപ്പക്കാരനോടൊപ്പം ഓടിപ്പോയ പെണ്ണ് ഇന്നലെയാണ് തിരിച്ചു വന്നത്. വീട്ടുകാരുടെ പിന്തുണ ഉണ്ടാവില്ലേ? സ്നേഹിക്കേണ്ട സമയത്ത് അത് കിട്ടൂല. താങ്ങി നിർത്തേണ്ട സമയത്ത് ഒരു തോളും അവർക്ക് വേണ്ടി കുനിയില്ല. ഇതുകൊണ്ട് വല്ലാത്ത ദുരന്തം അനുഭവിക്കുന്നു. എറണാകുളത്ത് ഒരു പെൺകുട്ടി അവിഹിത ഗർഭമായിട്ട് നടന്നു. അവസാനം ടോയ്ലറ്റിൽ വെച്ച് സ്വന്തമായി പ്രസവിച്ചു. എങ്ങനായിരിക്കും? 4-5 സിസ്റ്റർമാരും ഡോക്ടറും ബന്ധുക്കളൊക്കെ പുറത്തു നിന്നും ദ്വാരക്കലും ഒക്കെ കൂടെ ആയാൽ തന്നെ അതിന്റെ പ്രയാസം നമുക്ക് കേട്ടറിയാം. ബാത്റൂമിൽ വെച്ച് സ്വന്തം പ്രസവിച്ചു. ആ കുഞ്ഞിനെ അവൾ കഴുത്ത് ഞെക്കി കൊന്നു, ആ ചോര പൈതലിനെ. ആ ബേജാറിൽ അവൾ ഒരു കവർ തെരഞ്ഞു നടന്നു. കിട്ടിയ കവറിൽ ആ കുഞ്ഞിന്റെ ബോഡി ഇട്ടിട്ട് 6ാം നിലയിൽ നിന്ന് അവൾ ഒരു പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം ഏതോ തൊഴിലാളികളാണ് ഉറുമ്പരിച്ച് കവറ് കാണുന്നത്. ഒരു തുറന്നു നോക്കുമ്പോൾ ചോര പൈതൽ. ആ കുഞ്ഞിന്റെ 2 കണ്ണും ഉറുമ്പ് തിന്നിട്ടുണ്ടായിരുന്നു. യാതൊരുവിധ ബാലാവകാശ കമ്മീഷനും വരില്ല. ഈ കുട്ടിക്ക് ജീവിക്കാൻ അവകാശമില്ലായിരുന്നു. ഇങ്ങനെ അവിഹിതമായി ഗർഭം ധരിക്കുന്നതിനെ തടയേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ കുട്ടിയുടെ പല ഭാഗങ്ങളിൽ എറുമ്പുകൾ ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന് വല്ലാതൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല. അവള് കവറായിട്ട് ഉപയോഗിച്ചത് അവൾക്ക് പാഴ്സൽ വന്നൊരു കവറായിരുന്നു. ഫുൾ അഡ്രസ്, ഫുൾ ഡീറ്റെയിൽസ് വഴിയൊക്കെ അതിലുണ്ടായിരുന്നു. ബേജാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ അവൾക്കൊരു മത്തി വാങ്ങിയ കവർ കിട്ടിയില്ലെന്നർത്ഥം. കിട്ടിയത് പുറമൊന്നും കാണാത്ത നല്ല കടലാസിന്റെ കവറാണ്. അതിലിട്ട് അവള് വലിച്ചെറിഞ്ഞ്. പക്ഷെ അതിലവളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് വന്ന കവറായിരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ട്. ഇതാണ് പുതിയ ട്രെൻഡിന്റെ പിറകിൽ പോയിട്ട് കല്യാണം വേണ്ടെന്ന് വെക്കുന്ന പെൺകുട്ടികൾക്ക് വരാനുള്ളത്. ഒരു കുറച്ചുകാലം ഒരു ഊക്കിൽ അതൊക്കെ പോകും. അത് കഴിഞ്ഞാൽ ജീവിതം തന്നെ ദുസ്സഹമാകും. ഇത്തിരി കുഴങ്ങുന്നൊരു സമയം വരും. അന്ന് താങ്ങാൻ ആള് വേണം, ഇരുന്ന് സംസാരിക്കാൻ ആള് വേണം, സാരല്ലെന്ന് പറയാൻ ആള് വേണം, നമുക്ക് പരിഹരിക്കാമെന്ന് സാന്ത്വന വചനം പറയാൻ സ്വന്തക്കാരൻ ആരെങ്കിലും ഒരാൾ വേണം. ഭയങ്കര വിപ്ലവകാരിയായിരുന്നു സുകുമാർ അഴീക്കോട് മാഷ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ചു അയാൾ. അവസാനം വരെ പൊരുതി നിന്നു. വീണു ഒരു ദിവസം. അതോടുകൂടെ തൻ്റെ പഴയ കാമിനിയാകുന്ന ടീച്ചറെ ഓർമ്മ വന്നു. ടീച്ചർ ഒന്ന് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. അയാളും ഈ ടീച്ചറും നടത്തിയ പ്രണയക്കത്തുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവരെഴുതിയ കത്തുകൾ പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അവസാനം ഒന്ന് കാണണമെന്ന് കരുതി പത്രക്കാരൊക്കെ എവിടുന്നെയോ ടീച്ചറെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്നു. ഒരു ഊക്കിൽ ഇതൊക്കെ നടക്കുന്നു. തളർന്നിങ്ങനെ തുടങ്ങുന്നതോടുകൂടി ഒരു താങ്ങ് ആവശ്യമായി വരും. അപ്പൊ വല്ലാതെ തോറ്റുപോകും. 100% തോറ്റുപോകും. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കുക. പരിശുദ്ധമായ മനുഷ്യൻ, ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടി, ഈ സൃഷ്ടിക്ക് കുടുംബജീവിതത്തിലൂടെ മാത്രം ജീവിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹുവിനെ പഠിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് ആരെയും ആശ്രയിക്കാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യ കുഞ്ഞ് ജനിക്കുമ്പോൾ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ 1% പോലും ബുദ്ധിവികാസമില്ലാതെയാണ് പിറന്നു വീഴുന്നത്. സൂറത്ത് റൂമിന്റെ 20 മുതൽ 25 വരെയുള്ള 6 വാക്യങ്ങൾ വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഖുർആനിൽ അവിടെ മാത്രമുള്ള 6 സൂക്തങ്ങൾ ഒരേപോലെ തുടങ്ങുന്നത്. അതിൽ 2ാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇടയെ പടച്ചു തന്നു. അവർക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും അള്ളാഹു നിക്ഷേപിച്ചു. മവദ്ദത്ത് പ്രണയം, റഹ്മത്ത് കാരുണ്യം. ഭർത്താവിന് എന്തെങ്കിലും ചെറിയ വിഷമം വരുമ്പോഴത്തേന് മനസ്സ് നോവും. ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ വേദന വരുമ്പോഴത്തേന് അയാളുടെ മനസ്സ് പടഞ്ഞു പോകും.
പിന്നെ പുരുഷന്മാർക്കൊരു തകരാറുണ്ട്, ഈ സ്നേഹവും ഈ ഒരു വിഷമവും സങ്കടമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റില്ല, കഴിയാത്തൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തത് അവരും കൂടെ പ്രകടിപ്പിച്ചാൽ ആകെ കൊളാവില്ലെന്ന് കരുതിയിട്ട് അവർ കടിച്ചമർത്തി വെക്കും. കൈതപ്രാണ് അത് കുറച്ച് മനോഹരമായി അവതരിപ്പിച്ചത്. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ കരയുമെന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം, അറിയാതെ ആയിരിക്കും അവർ കരയില്ല, പച്ചക്ക് കരയില്ല. ഈ ഒരു വിധത്തിലാണ് മനുഷ്യനെ പടച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കുക മറ്റ് സസ്തനികളുടെ കാര്യം. ജനിച്ചു വീഴുമ്പോഴേ പ്രായപൂർത്തിയായ അതേ വർഗത്തിലെ മൃഗത്തിന്റെ 80% ബുദ്ധിവികാസ അവറ്റങ്ങൾക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ജനിച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ആട്ടുംകുഞ്ഞ് സ്വന്തം എണീക്കണത്, ഉമ്മയാടിന്റെ അകിട് കണ്ടുപിടിക്കണത്, പാല് കുടിക്കണത്. ആരും പിടിച്ചു കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യും, അത് അവർക്ക് ആവശ്യമല്ല, നമ്മൾ ചെയ്തു കൊടുക്കണതാണ്. ആരാ പഠിപ്പിച്ചു കൊടുത്തത്? ആട്ടുംകുട്ടിന് ഇവിടെയാണ് അകിടുള്ളത്, അവിടെയാണ് പാല് കുടിക്കേണ്ടത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് തളിരിലകൾ തിന്നു തുടങ്ങണത്, നമ്മുടെ കുഞ്ഞു മക്കളോടൊപ്പം മുറ്റത്തൂടെ ഓടിക്കളിക്കണത്. ഇനി ഒരു മനുഷ്യക്കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ജനിച്ച ഉടനെ ഒരു ഉമ്മ മനുഷ്യക്കുട്ടിനെ ഉപേക്ഷിക്കണത്, അവിടെ കടന്നു മരിക്കും. അല്ലാതെ മെല്ലെ മെല്ലെ അള്ളിപ്പിടിച്ചു വന്നിട്ട് പാല് കുടിച്ചിട്ട് പോഷകം സ്വീകരിച്ചിട്ട് കുട്ടപ്പനായി വരുമോ? അവിടെ കടന്നു മരിക്കും. ഗംഗാരുവിന്റെ കുഞ്ഞിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. ജനിക്കണ സമയത്ത് 3 ഗ്രാമാണ് ഉണ്ടാവുക, 1 സ്പൂണിൽ കൊള്ളും. ചില വർഗം കങ്കാരുകൾ 100 കിലോക്ക് അപ്പുറം ഉണ്ടാവും. ആ 100 കിലോയായി മാറുന്ന സാധനം 3 ഗ്രാമാണ് ജനിക്കുമ്പോൾ ഉള്ളത്. ചെറിയൊരു സ്പൂണിൽ കോരിയെടുക്കാൻ പറ്റും. ഇതിനൊരു ചെറിയ കൈ പോലത്തെ സാധനമാണ് ഉണ്ടാവുക. വികസിച്ച കണ്ണുണ്ടാവില്ല, ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു ഡോട്ട് ഉണ്ടാവും. ജനിച്ച ഉടൻ തള്ളകങ്കാരുവിൻ്റെ വയറിനടിയിലുള്ള രോമങ്ങളിലൂടെ അള്ളിപ്പിടിച്ച് അതിന് ഇനി വളരാനുള്ള ബാഗിലേക്ക് അത് കയറിയിരിക്കുന്നു. ആരാ? ഈ കുഞ്ഞു കങ്കാരുക്കുട്ടിവിന്. കുഞ്ഞ് എന്ന് പറഞ്ഞാൽ എത്രമേൽ കുഞ്ഞ്. അള്ളിപ്പിടിച്ച് കയറി തൻ്റെ ബാഗ് കടന്ന് ബാക്കി വളർച്ച പൂർത്തിയാക്കാൻ തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. ഈ റബ്ബിനെ കുറിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയോട് പറഞ്ഞു കൊടുക്കുന്നത്. ദൈവത്തിന് വേണ്ടി പോണ സമയത്ത് ഫമൻ റബ്ബുക്കുമായ മൂസ എന്ന് ചോദിക്കുന്നുണ്ട് ഫറോവ. മഹാനുഭാവൻ എന്താ പറഞ്ഞേ? സൂറത്ത് ത്വാഹയുടെ 50 മുതൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എൻ്റെ റബ്ബാന എല്ലാ വസ്തുക്കളെയും പടച്ചു, ആവശ്യമായ നിർദ്ദേശങ്ങൾ യഥാസമയം നൽകിക്കൊണ്ടിരിക്കുന്നവൻ. അതാ കങ്കാരു കുഞ്ഞുവിന് സ്കൂളിൽ പോകാതെ വേറൊരു പ്രായപൂർത്തിയായ കങ്കാരു വഴി കാണിച്ചു കൊടുക്കാതെ അതിൻ്റെ ആ അമ്മയുടെ ബാഗിലേക്ക് കയറിയിരിക്കാൻ വേണ്ടി തോന്നൽ കൊടുക്കുന്നത്. വലിയൊരു അത്ഭുതമാണ് കങ്കാരു. പരിണാമക്കാർക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരു മഹാസംഭവം. മുന്നേ വന്ന 3 മാസം 4 മാസമായ ഇടക്കിടക്ക് ഇങ്ങനെ തലയിന്ന് ബാഗിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് വെക്കണ കങ്കാരു അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആ കങ്കാരുവിൻ്റെ ചാടലിലും മറിയലിലും ഈ കുഞ്ഞു സ്പൂൺ കങ്കാരുവിനൊന്നും പറ്റാതിരിക്കാൻ അവർക്കിടയിൽ ഒരു ഡിവൈഡർ രൂപപ്പെടും. ആരുണ്ടാക്കിയ ഡിവൈഡർ? ഒരേ സ്ഥലത്തിൽ നിന്ന് ഈ കുഞ്ഞു കങ്കാരുവിന് സിറിഞ്ച് പോലത്തെ ഒരു സംഗതി അതിൻ്റെ വായിലേക്ക് എത്തും. ഡയലൂട്ടായ പാല് കിട്ടും, വെള്ളച്ചായ പോലത്തെ വെള്ളം ചേർത്ത് നേർപ്പിച്ച പാല് കിട്ടും. അതേ അതിന് പറ്റുള്ളൂ. അതേസമയം മൂത്ത കങ്കാരുവിന് നല്ല സ്ട്രോങ് ആയ പാലും വരും. എങ്ങനെ ഒരേ സമയം ഒരേ സ്ഥലത്തിൽ നിന്ന് കുഞ്ഞു കങ്കാരുവിന് ഡയലൂട്ടായ പാലും വലിയ കങ്കാരുവിന് നല്ല കട്ടിയുള്ള നെയ്യുള്ള കൊഴുപ്പുള്ള പാലും കിട്ടുന്നത്? അവനാണ് അല്ലാഹു. അത് കൊടുക്കണവനാണ് അല്ലാഹു. ഒരു പരിണാമം കൊണ്ട് ഇത് വിശദീകരിക്കാൻ പറ്റില്ല. നാച്ചുറൽ സെലക്ഷൻ ഇവിടെ ഒരു സാധ്യതയില്ല. ഏതോ ഒരു കങ്കാരു പ്രസവിച്ചു, അതിൻ്റെ കുട്ടി അങ്ങനെ പ്രായം തികയാത്തതുകൊണ്ട് മരിച്ചുപോയി. പിന്നെയും പ്രസവിച്ചു. കുറേ കാലം ഇങ്ങനെ പ്രസവിച്ചപ്പോൾ ആ കങ്കാരുവിന് തോന്നി അതിനങ്ങ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തിരികണമെന്ന്. അങ്ങനെ തിരികി കുറേ കാലമായപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാകണ ചെറിയൊരു പോക്കറ്റ് രൂപപ്പെട്ടു. അതിൽ ജീവിക്കാൻ പറ്റാതായി. പിന്നെയും തിരികിയപ്പോൾ എത്ര വലിയ പോക്കറ്റ് വന്നു. പിന്നെ ഇങ്ങനെ കുറേ കാലം തിരികിയപ്പോൾ സൈഡിലുള്ള പോലത്തെ വലിയ പോക്കറ്റ് വന്നു. പിന്നെയും തിരികിയപ്പോൾ ബാഗ് വന്നു എന്നൊക്കെ പറയാൻ ധൈര്യമുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടാവില്ല. കാര്യം അങ്ങനെ കുറേ കാലം ചെയ്യുമ്പോഴേക്ക് കങ്കാരു വംശം തീർന്നിട്ടുണ്ടാവും. ഇത് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നടക്കണതല്ല. ഒരു സ്പെഷീസിൽ നിന്ന് മറ്റൊരു സ്പെഷീസ് രൂപപ്പെടണമെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം വേണം. അങ്ങനെ നോക്കുമ്പോൾ ഭൂമി ഉണ്ടായിട്ട് തന്നെ അത്രയും സമയമായിട്ടുണ്ടാവില്ലേ?
റബ്ബ് തആല അങ്ങനെ പഠിച്ചു എന്നുള്ളതല്ലാതെ ഒരു ഉത്തരവില്ല. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എൻ്റെ റബ്ബ് ആരാണ്? എല്ലാ ജന്തുക്കളെയും പടച്ചു, അവയ്ക്ക് വേണ്ട നിർദ്ദേശം യഥാസമയം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആട് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ആട്ടിൻകുഞ്ഞ് തൊട്ടാവാടി തിന്നണത് മുള്ളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. വളരെ മാംസളമായ കമ്മ്യൂണിസ്റ്റ് അപ്പം അവിടെ ഇരിക്കുന്നുണ്ട്, തൊട്ട് നോക്കൂല ആട്ടിൻകുഞ്ഞ്. ആരാ കമ്മ്യൂണിസ്റ്റ് അപ്പം തിന്നരുതെന്നും മുള്ളുണ്ടെങ്കിൽ പോലും തൊട്ടവാടി തിന്നണമെന്നും ആട്ടിൻകുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുത്തത്? ഒരു സ്കൂളും ഇല്ലല്ലോ അങ്ങനെ. അവരാരെങ്കിലും അങ്കണവാടിക്ക് ചേർക്കുന്നുണ്ടോ? അവിടെ നിയമങ്ങളുണ്ടോ? അവരുടെ ലോകത്ത് പോലീസുണ്ടോ? പട്ടാളുണ്ടോ? നമ്മുടെ കുട്ടികളുടെ ജംഗിൾ ബുക്കിലും കഥ ബുക്കിലൊക്കെ സിംഹം രാജാവാകും, കുറുക്കൻ മന്ത്രിയാവും. കുറുക്കനെയും സിംഹനെയും വെച്ചിട്ട് മനുഷ്യന്മാർ കഥ എഴുതണോണ്ടാ. ഓല ലോകത്ത് അങ്ങനൊന്നുമില്ല. സിംഹത്തിന് അറിയില്ല രാജാവാണ്, കുറുക്കനറിയില്ല മഹാരാജാവിന്റെ മന്ത്രിയാന്ന്. ഈ നിയമങ്ങളും ഒരു കോടതിയില്ലാതെ എങ്ങനെയാണ് ഈ ആടിന് ഇങ്ങനത്തെ വിദ്യാഭ്യാസം കിട്ടുന്നത്? അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു, എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പ് നൽകുന്നു. സുമ്മ ഹദാ, പിന്നെ ആവശ്യാനുസരണം നിർദ്ദേശം നൽകുന്നു. മനുഷ്യന്റെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. മനുഷ്യനെ അങ്ങനെ ഉമ്മ അവോയ്ഡ് ചെയ്താൽ അങ്ങനെ കടന്നു മരിക്കും. ഇനി 2 വർഷമൊക്കെ ഒരു ഉമ്മ പാലെടുത്തു, ഇനി എനിക്കാവില്ല നിന്നെ നോക്കാമെന്നും പറഞ്ഞിട്ട് ഉമ്മ ആ കുട്ടിനെ ഉപേക്ഷിച്ചാലോ കുട്ടി മരിക്കും. കുട്ടിക്ക് ജീവിക്കാൻ കഴിയില്ല. കുട്ടിക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ചുരുങ്ങിയത് 7-8 വർഷമാവണം. അത് പൂർണ്ണമായ രീതിയിൽ അവൻ്റെ തലച്ചോറ് വികസിക്കണമെങ്കിൽ ടീനേജിലേക്ക് എത്തണം, 13 വയസ്സാവണം. ഇതുവരെ കുട്ടിക്ക് നിർദ്ദേശം കൊടുക്കാനും ഉപദേശം കൊടുക്കാനും സംസ്കാരം പഠിപ്പിക്കാനും ജീവിതം പഠിപ്പിക്കാനും ഒരാൾ സദാസമയം കൂടെ വേണം. അതിന് ഏറ്റവും യോഗ്യം ഉമ്മയാണ്, ഉമ്മ മാത്രമാണ്. കുഞ്ഞിനെയും നോക്കി ഉമ്മക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമായ ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം, ജീവിത സൗകര്യങ്ങൾ വേണം, പാർപ്പിടം വേണം, കാറ് വേണം, ആഘോഷത്തിന് വേണ്ട വിഭവങ്ങൾ വേണം, സന്തോഷിക്കാനുള്ള ഫ്രൂട്ട്സുകൾ വേണം. ഇത് നൽകാൻ ഏറ്റവും യോഗ്യനായ ഒരാളെ മതം നിശ്ചയിക്കുന്നു, കുഞ്ഞിന്റെ പിതാവും ഉമ്മയുടെ ഭർത്താവുമായ മനുഷ്യൻ. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണം. ഈ ആൾ ഉമ്മയാകുന്നതിനേക്കാൾ യോഗ്യത വേറൊരാൾക്കും ഉണ്ടാവില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇതിന്റെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്ക്. കുട്ടിനെ നോക്കാൻ വേണ്ടിയിട്ട് വാപ്പ നിന്നു, ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉമ്മയും നിന്നു. നേരെ ഒന്ന് മറിക്കുക കഥ. എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? സ്വാഭാവികമായും ഒരാൾ പ്രസവിക്കണ്ടേ? ആണോ പെണ്ണോ ഏതെങ്കിലും ഒന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഈ സമൂഹം നശിച്ചു. ഒരു കുറച്ചൊക്കെ പ്രായമായൊരു പെണ്ണ് ഓടിയിട്ടുണ്ടെങ്കിൽ വീഴുവര്. എന്ത് പിന്നെ PT ഉഷ വീഴാത്തു എന്നൊക്കെ ചിലപ്പോൾ കാരണവന്മാർക്കൊരു സംശയം ഉണ്ടാവും. അത് അவ்விധം പരിശീലിപ്പിച്ച് കൊണ്ടിരുന്നോണ്ടാണ്. അല്ല, ഒരു ശരാശരി ഉമ്മ ബസ്സിന്റെ പിന്നാലെ ഓടിയാൽ തട്ടിത്തടഞ്ഞു വീഴും, പർദ്ദട്ടിട്ടില്ലെങ്കിലും. എന്താ കാര്യം? അവരുടെ ഇടുപ്പല്ല് ലൂസാണ്, അത് ഫിറ്റ് ചെയ്തിട്ടില്ല റബ്ബ്. അങ്ങനെ വെച്ചൊക്കെയാണ്. റെയിൽവേ പാളം പോലെ സിമെന്റ് ഇട്ടിട്ട് ഉറപ്പിക്കാറില്ല, കല്ലിങ്ങനെ നിരത്തി വെച്ച് ടൈം വെറുതെ വെക്കലാണ്. അല്ലെങ്കിൽ വണ്ടി പോകുമ്പോ പൊളിഞ്ഞാടുത്. ആ ജെർക്കിങ് മേക്കപ്പ് ചെയ്യും വിധം ഇളകിയിരിക്കണം. അത് പ്രസവം സാധ്യമാവണമെങ്കിൽ ഈ ഇടുപ്പല്ല് വികസിക്കണം. അത് ആണുങ്ങളെ പോലെ ഫിറ്റ് ചെയ്യാൻ പറ്റൂല. അവരുടെ ശരീരം സോഫ്റ്റ് ആവണം. ഫുള്ള് കട്ടൊക്കെ ആയിട്ട് 6 പാക്കും 7 പാക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്ത്രീ വരിക നൈസർഗികമല്ല. അത് നൈസർഗികമല്ല. സ്ലിം ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പട്ടിണി കിടക്കുന്ന പെൺകുട്ടികളുണ്ട്. ഓരോ സമയത്ത് ആവശ്യമായ പോഷകം ചെന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ആവശ്യമായ ഉള്ള അവയവങ്ങളൊക്കെ നിർജീവായി പോകും, ബുദ്ധി കുറഞ്ഞു പോകും, ആരോഗ്യം നശിച്ചു പോകും. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ 40-45 വയസ്സാകുമ്പോഴത്തേന് പെണ്ണുങ്ങൾ വൃദ്ധരാകുന്നു എന്നാണ് പഠനം. 6-ാം വയസ്സിൽ തന്നെ മെൻസസ് തുടങ്ങുന്നു എന്നാണ്. അന്തം വിട്ട് പറയല്ല കേട്ടോ. ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിന്റെ മനുഷ്യനെ തിന്നുന്ന കോഴി എന്നുള്ള പുസ്തകം വായിച്ചു നോക്കുക. വെറുതെ പറഞ്ഞതല്ല എന്നർത്ഥം. ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് മനുഷ്യനെ തിന്നുന്ന കോഴി. 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് പെൺകുട്ടിക്ക് മെൻസസ് വരികയാണല്ലോ. 40 വയസ്സ് 42 വയസ്സാകുമ്പോഴത്തേന് അകാല വാർദ്ധക്യം വരികയാണല്ലോ. എന്നിട്ട് സ്ലിം ബ്യൂട്ടി ആവാൻ വേണ്ടിയിട്ട് ഭക്ഷണമൊന്നും കഴിക്കണില്ലെങ്കിലോ? ബ്യൂട്ടി നല്ലതാണ്, സ്ലിമ്മും നല്ലതാണ്, ഒരു പരിധിക്കപ്പുറം പാടില്ല.
ഓരോരുത്തർ സ്ലിം ബ്യൂട്ടി ആയത് നമ്മൾ കാണുന്നുണ്ടല്ലോ. 74 കിലോ എന്ന് 1.5 മാസം കൊണ്ട് നമ്മുടെ ഗോവിന്ദച്ചാമി 42 കിലോ ആയി മാറി എന്നാണ്. എന്തൊരു സ്ലിമ്മാണ്. ആണ് സ്ലിമ്മായി ആയി ഇർക്കിലി പോലെ ആയി. ഇനി ഏത് ഗ്യാപ്പിലൂടെയും ജയിൽ ചാടാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഇങ്ങനെയാണ് നമ്മൾ ഈ സാധാരണ ജീവിതത്തിൽ ഓനങ്ങനെ ലക്ഷ്യമുണ്ട് ജയിലിൽ ചാടണമെന്ന്. നമ്മളങ്ങനെ ചാടാൻ വിചാരിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീയുടെ ശരീരം വേറെ തന്നെയാണ്, അതങ്ങനെ തന്നെ ആവണമെന്ന്. കുട്ടി ഇങ്ങനെ കരയണ സമയത്ത് നമുക്കൊക്കെ എത്ര അതിനെ താരാട്ടാൻ കഴിയും? ഞാനൊക്കെ പാടിയ കുട്ടിൻ്റെ ചെറിയ കരച്ചിൽ മാറിയിട്ടാണ്ട് ഭയങ്കര ആർത്തനാദം തുടങ്ങും. ഞാനൊക്കെ പാട്ടുപാടി അങ്ങനെ ആയിരിക്കും. ശരിക്കും എൻ്റെ ഒരു മഹത്വം പറയണമെന്ന് വിചാരിച്ചോളെ. പലപ്പോഴും ഞാനൊക്കെ ഈ പ്രസംഗത്തിൻ്റെ ആവശ്യാർത്ഥം വല്ല വെയ്ത്തൊക്കെ ചെല്ലുക, പരിപാടി കഴിഞ്ഞു വന്ന ലൈവിലുണ്ടായിരുന്ന എൻ്റെ മോളും വൈഫൊക്കെ പറയും, വേണ്ടായിരുന്നു, നല്ല വൃത്തി പോകായിരുന്നു, കൊളാക്കിയില്ലെന്ന് വയ്ക്കും. പിന്നെ എനിക്ക് പാടേണ്ട ആ സമയത്ത് നിന്നെ വിളിക്കാൻ പറ്റുമായിരിക്കും ഞാൻ മോളോട്. നമ്മൾ പാടി എങ്ങനെ ആയിരിക്കും? വളരെ ലളിതമായി ഇങ്ങനെ തേങ്ങിക്കരയാൻ വിചാരിച്ചിരുന്ന കുട്ടി പിന്നെ വല്ല കിണർ ചാടിയ പെണ്ണ് കരയണമാതിരി കരച്ചിൽ തുടങ്ങും. അതിനൊന്ന് എടുത്തിട്ട് നമ്മളൊന്ന് ഇങ്ങനെ നെഞ്ചത്തൊക്കെ വരുന്നാൻ വിചാരിച്ചാലോ വടച്ചറപ്പേ ചെറിയ കുഞ്ഞൊക്കെയാണെങ്കിൽ ചിലപ്പോൾ മുറിയാവും. ഈ നമ്മുടെ ഈ ചെസ്റ്റിലുള്ള ഹെയറൊക്കെ പാടെ വരുതിയിട്ട് ചിലപ്പോൾ മുറിയായി പോകും. ഒരു പ്രത്യേക ഭാഷ ഉണ്ടല്ലോ, അത് ഏത് സ്കൂളിൽ നിന്നാണ് ഈ ഉമ്മാർ പഠിക്കുന്നത്? അല്ലാഹു ആലം. നമ്മളെന്തോ കാര്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മോളെ അയലോക്കത്തൊരു ചെറിയ കുഞ്ഞിനേറ്റ് വന്നു. അവൾക്ക് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എലിയും കുഞ്ഞും കൂടിയും കൂട്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടു, കൊല്ലാൻ അയക്കൂല. അവള് എൻ്റെ മേലാണ്ട് ഇരിക്കും കൊല്ലണ്ടെന്ന് പറഞ്ഞിട്ട്. കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കൂല, പിന്നെ കുഞ്ഞിന് തള്ള വേണ്ടേ. അപ്പം അങ്ങനെ അയലോകത്തിന് കുട്ടീനെ എവിടുന്നോ പൊക്കി കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതായിരുന്നു. എന്താ പറയണവര് ഇതിനോട് സംസാരിച്ചു നോക്കി, ഇത് നല്ല ചിരിക്കുന്നു. ഞാനെന്തോ അർജൻറ്റായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. പിറ്റേന്ന് സുന്യവസിൻ്റെ ലേഔട്ടാണ്, കുറേ പരിപാടി ചെയ്യാറുണ്ട്. ഇതൊന്ന് കൊണ്ടുപോയി കറ്റാ ചട്ടിലെന്നൊക്കെ പറഞ്ഞു. എല്ലാം ഒന്ന് സംസാരിച്ചു നോക്കി. എന്താ അപ്പം അതിനോട് ഞാൻ സംസാരിക്കാമെന്ന് വെച്ചാൽ, പേരെന്താ ചോദിച്ചാൽ മതി. നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അങ്ങനൊന്നും ചോദിച്ചാൽ അത് മിണ്ടൂല. നിൻ്റെ പേരെന്താ ചോദിച്ചാൽ അത് മിണ്ടോ? പിന്നെ ഓള് ചോദിച്ചു. ആ ചിരി അങ്ങോട്ട് തുടങ്ങിയിട്ട് എവിടുന്നാണ് അവർക്ക് ഈ ഭാഷ കിട്ടുന്നത്? ഇതാണ് മദർ ടങ്. ഒരു കുട്ടി ആദ്യമായിട്ട് പഠിക്കുന്നത് ഉമ്മയാകുന്ന ടീച്ചറിൻ്റെ വിദ്യാഭ്യാസശാലയിലാണ്. ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം ഉമ്മയുടെ സോഫ്റ്റായ മടിത്തട്ടാണ്. അവിടുന്ന് ആ സംസ്കാരം പഠിക്കേണ്ടത്. അവിടുന്ന് ആ ബിസ്മി ഉറക്കെ ചൊല്ലി പാല് കൊടുത്ത് തുടങ്ങേണ്ടത്. കുട്ടി കേൾക്കണം. ജനിച്ച 1-ാം ദിവസം 1-ാം പ്രാവശ്യം പാല് കൊടുക്കുമ്പോൾ മുതൽ ഉമ്മ ബിസ്മി ചൊല്ലണത്. കുട്ടിയുടെ മനസ്സിൽ അത് അങ്ങനെ അങ്ങോട്ട് പതിയണം. ഒതെടുത്ത് മാത്രം എൻ്റെ ഉമ്മ പാല് തന്നു, അതുകൊണ്ട് ഏത് കേട്ടാലും കാണാതെ പഠിയുമെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഏത് കേട്ടാലും കാണാതെ പറയും. എന്തേ കാര്യം? ഒളു എടുത്തിട്ടേ ഉമ്മ പാല് തന്നിട്ടുള്ളൂ. ഒളു എടുത്ത് തന്നെ പാല് കൊടുക്കണ ഉമ്മനെ കുട്ടിക്ക് ശീലം വരണം. പുതിയ മക്കളാണ്, അതൊക്കെ വേഗം മനസ്സിലാവും. 4-5 മാസം മുതൽ ഉമ്മയും ഉപ്പയും സംസാരിക്കുമ്പോഴുള്ള അവരുടെ ഫീലിങ്സ് വരെ കുട്ടികൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഉപ്പനോട് നല്ല നിലക്കാണ് ഉമ്മ സംസാരിക്കണത്. ഉപ്പ അതിലേറെ സ്നേഹമൃസൃണമായിട്ടാണ് ഉമ്മനോട് സംസാരിക്കണത്. ഉമ്മ ഹാപ്പിയാണ്, ഉപ്പയും ഹാപ്പിയാണ്. ഇനി ഞാനായിട്ട് ഹാപ്പി ആതിരിക്കണം എന്താന്ന് കരുതിയിട്ട് കുഞ്ഞും ഹാപ്പിയാണ്. നല്ല ആരോഗ്യമുള്ള കുട്ടി ജനിക്കും, ബുദ്ധിയുള്ള കുട്ടി ഉണ്ടാകും. ആധുനിക ശാസ്ത്രം തെളിച്ചതാ അത്. അതുകൊണ്ട് ഗർഭമുള്ള പെണ്ണിൻ്റെ അടുത്ത് നഫീസത്ത് ബീവിൻ്റെ മാല പാടണം. നഫീസ ബീവിയെ കുറിച്ചുള്ള ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ അവരുടെ മനസ്സ് കുളിർന്നു പോകും. ആ ഫീലിങ്സ് കുഞ്ഞിനെ ടച്ച് ചെയ്യും. നേരെ മറിച്ച് ലിവിങ് ടുഗദറിൽ ഇട്ടേച്ചു പോയൊരു ചങ്ങാതിനി ഓർത്തിട്ട് പിരാഗി പറഞ്ഞിരിക്കണ ഒരു അമ്മയാണെങ്കിലോ അവളെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു സന്തോഷം വരുന്നുണ്ടോ? ഇതേ 7-ാം മാസമായി, 8, 9, 37 ആഴ്ച, 200 ഡേയ്സ്, 9 മാസവും 10 ദിവസവും. പടച്ചോനെ എന്തൊരു ചെലവാ! ഇതൊക്കെ കണക്കൂട്ടി ഇങ്ങനെ സംഘർഷത്തിലിരിക്കണ ഉമ്മാന്റെ പള്ളയിൽ നിന്ന് ചാടിപ്പോയാൽ മതി എന്ന് വിചാരിക്കും കുട്ടി. ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ചൂടും പുകയായിരിക്കും, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ഉമ്മനങ്ങടെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. നല്ല ഡോക്ടറുടെ ഭാര്യ സാധാരണക്കാരിയാണ്, അല്ലെങ്കിൽ വേറെ ഏതോ മേഖലയിലുള്ളവരാണ്. രാത്രി മെല്ലെ കോളിംഗ് ബെല്ല് അടിച്ചു തുടങ്ങുമ്പോഴേക്ക് ഡോക്ടർ ചാടി എണീക്കും. കാര്യം കോളിംഗ് ബെല്ലും ചികിത്സയും ഇതാണ് അയാളുടെ മൈൻഡ്. കുട്ടി 2 മണിക്കൂർ കരഞ്ഞാലും ഡോക്ടർ അറിയില്ല. നേരെ മറിച്ച് കോളിംഗ് ബെല്ല് അടിച്ചുകൊണ്ടിരുന്നാലും ഉമ്മ അറിയില്ല.
ഡോക്ടറുടെ ഭാര്യയാവുന്ന ഉമ്മ അറിയില്ല. നേരെ വെച്ച് കുഞ്ഞുമെല്ലാം ഒന്നും കൂടെ ഈ കരച്ചിലിൻ്റെ മുന്നേ, ഈ ക്ലോക്കൊക്കെ ബെല്ലടിക്കണതിൻ്റെ മുന്നേ ഉണ്ടല്ലോ ഒരു ചെറിയ തരിപ്പ്, അത് തുടങ്ങുമ്പോഴേക്ക് എൻ്റെ മോള് മോന് എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടാവും. ഇതാണ് ആത്മബന്ധം. ഇത് ആണിന് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല സഹോദരിമാരെ. ഈ സമൂഹം നിലനിൽക്കാൻ ആരെങ്കിലും പ്രസവിക്കണം, ആരെങ്കിലും ജോലിക്ക് പോകണം, എല്ലാവരും എല്ലാം ചെയ്യാന്നുള്ളത് പ്രായോഗികമേ അല്ല. അതിന് മനുഷ്യരാശിയുടെ തുടക്കം മുതൽ പടച്ചറബ് നിശ്ചയിച്ചതാണ് വിവാഹം. നമ്മൾ ഇറങ്ങി ഓടാൻ പറ്റൂല അതിൽ നിന്ന്. ഉമ്മനെ ജോലിക്ക് പറഞ്ഞയക്കുക, വാപ്പ കുഞ്ഞിനെ നോക്കിയിരിക്കുക, എത്ര ദിവസം മുന്നോട്ട് പോകും? നമുക്ക് ജോലി പോകുമ്പോൾ എന്തൊക്കെ പരിമിതികളുണ്ട്. ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിൻ്റെ മുമ്പ് 4:30-5 മണിക്ക് പോയി നിൽക്കുങ്ങൾ. അവിടുന്ന് ഇറങ്ങുന്ന ആൺ ജീവനക്കാർ വർത്താനം പറഞ്ഞ് തമാശ പറഞ്ഞ് മത്സ്യത്തിന് വില ചോദിച്ച് ആനമയിലൊട്ടകം കണ്ട് റാഹത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും. അവിടുന്ന് ഇറങ്ങണ സ്ത്രീ ജീവനക്കാരോ വാച്ചിലേക്ക് നോക്കും ഓടും, വാച്ചിലേക്ക് നോക്കും ഓടും, ഓടന്നെ ഓട്ടം. കാരണം ബസ് പിടിച്ചിട്ട് വേണം, ചെന്നിട്ട് വേണം അതുവരെയുള്ള വയ്യാണ്ട കിടക്കണ ഉമ്മാൻ്റെ ഇപ്പാൻ്റെ ഒക്കെ ഡ്രസ്സുകൾ ശരിയാക്കാൻ, മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് യൂണിഫോം ശരിയാക്കാൻ, പിന്നെ ഭക്ഷണം തയ്യാറാക്കാൻ, കുളിക്കാൻ ഒരുക്കാൻ, റൂം വൃത്തിയാക്കാൻ, എല്ലാ പരിപാടികളും. എന്നിട്ടോ ഒരു 11-11:30 ഉറങ്ങും. 3 മണിക്ക് എണീറ്റാലേ കുട്ടികൾക്കുള്ള സ്കൂൾക്ക് പറഞ്ഞേക്കാനുള്ള ഫുഡ് റെഡിയാക്കാൻ പറ്റുള്ളൂ, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ പറ്റുള്ളൂ. രാവും പകലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓഫീസിലവർക്കും വീട്ടിലവർക്കും ചെയ്തുകൊണ്ടേയിരിക്കും. ഇരട്ടി ഭാരം വരും. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് നീ വീടകത്തെ രാജ്ഞിയാകുന്നു. ഇനി ജോലിക്കൊരു സ്ത്രീ പോയി സങ്കല്പിക്കുക, ജോലി സ്ഥലങ്ങളിൽ ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നത് പോലെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്കുക. എത്രമേൽ പീഡനങ്ങൾ നടക്കുന്നു. എന്തുകൊണ്ട് പുരുഷ പീഡനം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തു? ഒരു 4-5 കരാട്ടയൊക്കെ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത സ്ത്രീകൾ ചേർന്നിട്ട് ഒരു ആരോഗ്യമുള്ള പുരുഷനെ കിഡ്നാപ്പ് ചെയ്തു എന്ന് വെറുതെ സങ്കല്പിക്കണേന് തകർക്കടൊന്നുമില്ലല്ലോ. അടിപൊളി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത 4 പെണ്ണുങ്ങൾ ചേർന്നിട്ട് ഒരു പുരുഷനെ കിഡ്നാപ്പ് ചെയ്തു, അങ്ങനെ സ്വകാര്യമായൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഇനി എങ്ങനെ ഇവർ വിചാരിച്ചാൽ ഇവനെ പീഡിപ്പിക്കാൻ പറ്റുക? പീഡിപ്പിക്കൽ മീൻസ് ഇടികുത്തൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായി കാണുമല്ലോ. സെക്സൽ ഹറാസ്മെന്റ്. എങ്ങനെ ഇയാളെ പീഡിപ്പിക്കാൻ പറ്റുക? നെയ്ക്കഡായിട്ട് അയാളൊരു ബെഡിൽ ഒരു കട്ടിലിൽ മലത്തി കടത്തി എന്നൊക്കെ വെക്കുക, എങ്ങനെ പീഡിപ്പിക്കാൻ പറ്റുക? ഒരാളെ വിചാരിക്കണം, അല്ലാതെ പീഡിപ്പിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ഒരു സ്ത്രീയാണ് ഇതിന് വിധേയാവുന്നതെങ്കിലോ അവരെ എന്തെങ്കിലും സമ്മതം പുരുഷൻ ആവശ്യമുണ്ടോ? അവരുടെ എന്തെങ്കിലും സമ്മതം പുരുഷൻ ആവശ്യമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് പ്രകൃതിയോ ദൈവോ അള്ള എന്ത് പേരിട്ടാലും തിരക്കടില്ല. ആണിന്റെയും പെണ്ണിന്റെയും സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് സ്വാതന്ത്ര്യം വേണം. എവിടെ? അവളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ജോലി അവൾക്ക് കൊടുക്കരുത്, വല്ലാതെ ജോലി കൊടുക്കരുത്. അവളുടെ ശരീരം മൃദുവാണ്, അത് സംരക്ഷിക്കപ്പെടണം. അമ്മന്റെ തെരഞ്ഞെടുപ്പ് അടക്കാണ് അല്ലേ? അമ്മന്റെ മുതിർച്ചകൾക്കൊന്നും അങ്ങനെ അറിയില്ല. സിനിമാ താര സംഘടനകളാണ്, സിനിമാ താരന്മാരുടെ സംഘടനയാണ് അമ്മ. എന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുക്കാൻ ഒരു സിനിമ പെണ്ണ് വന്നു. പർദ്ദട്ടിട്ട് നിക്കാബൊക്കെ ഇട്ടിട്ട് ഹജ്ജിന് പോകാൻ തോന്നും, ഉംറക്ക് പോകാൻ തോന്നും. ഓള് വന്നതെന്തിനാ? അമ്മന്റെ പ്രസിഡന്റ് ആവാൻ മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കാനാണ്. എല്ലാവരും അന്താളിച്ചു, സ്വാഭാവികം. അവർ പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞേ? ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നെ ശാരീരികമായും സംസാരപരമായും പീഡിപ്പിക്കാതിരിക്കാൻ ഏറ്റവും നല്ല സുരക്ഷാ കവചം അതാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് ഇവർക്കെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. നമുക്കറിയാലോ ഹേമ കമ്മീഷനൊക്കെ. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്നാ അവർ പറയണത്. അഭിനയത്തിൽ തുടരണമെങ്കിൽ ഞങ്ങൾ വന്ന് വാതിൽ മുട്ടുമ്പോ തുറക്കണം എന്നും വാക്യം പറയണ്ടല്ലോ, നിർബന്ധിച്ചു. അല്ലെങ്കിൽ 19 പ്രാവശ്യം ഷോട്ട് എടുത്തിട്ട് പീഡിപ്പിച്ചു എന്നാണ്. ആത്മഹത്യയൊക്കെ 19 പ്രാവശ്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 19 അല്ല 900 വട്ടം ചെയ്താലും സിനിമയിലെ പെണ്ണ് അവിടെ തന്നെ ഉണ്ടാവും. അവൾക്ക് ഇനി വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ജീവിതം അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കണം. ഇടക്ക് പറഞ്ഞു
ഇതിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. സെക്സ്വൽ ഹറാസ്മെന്റിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. അവസാന ഹേമ കമ്മീഷന്റെ എല്ലാ റിപ്പോർട്ടും പിൻവലിക്കുകയാണ് ചെയ്തത്. ഇവരടിയിൽ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷാ കവചം വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഓലടിയിൽ കൂടി വന്നിട്ട് പത്രിക സബ്മിറ്റ് ചെയ്ത് പോകുമ്പോൾ തടി കേടാവാതിരിക്കാൻ, കമൻ്റ് അടിക്കാതിരിക്കാൻ അവർ പറഞ്ഞ വേർഡ്സാണ്. ഇത്തിരി അശ്ലീലുണ്ട് അതിൽ. എനിക്ക് നല്ലത് പർദ്ദയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ആരായിരിക്കുമല്ലോ സ്ത്രീജനങ്ങളുടെ ഡ്രസ്സ് അയക്കണം എന്ന് തീരുമാനിച്ചത്? പെണ്ണുങ്ങളാണോ? അല്ല. വസ്ത്രവ്യാപാരികൾ പെണ്ണുങ്ങളാണോ? സിനിമയിലെ ഡയറക്ടർമാർ പെണ്ണുങ്ങളാണോ? സിനിമയിലെ നിർമ്മാതാവ് പെണ്ണാണോ? പൊതുവേ അല്ല. ആരായിരിക്കുമല്ലോ ഒരു ആണിന് എക്സിക്യൂട്ടീവ് ലുക്കായിട്ട് ഫുൾ സ്ലീവ് ഷർട്ടും നല്ല ഇൻസൈഡ് ചെയ്തിട്ടുള്ള കുപ്പായവും പാൻസും ഷൂയും സോക്സും. ഇനി ഇവിടെ തിരി കാണരുത് നിർത്തിയിട്ട് എം കൃഷ്ണൻ നായരൊക്കെ പറയുന്നത് പോലെ ഒരു കണ്ട കൗബീനിയൊക്കെ വെച്ചതാരാ? പുരുഷൻ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ഇങ്ങനെ, സ്ത്രീ ആണെങ്കിലോ സ്ലീവ്ലെസ് ഷർട്ടാവണം. വയറിന്റെ അടിയിക്ക് ഇങ്ങോട്ട് കഷ്ടിച്ചെത്താനേ പാടുള്ളൂ ഡ്രസ്. ഒട്ടിപ്പിടിച്ച് എന്തെങ്കിലും ഒരു ട്രൗസറോ അല്ലെങ്കിൽ മുട്ടുവരെയുള്ള ഒരു പാൻസോ അതന്നെ പലയിടത്തും പൂച്ച മാന്തിയതുപോലെ കീറി കിട്ടിയാൽ അതിവിശിഷ്ടം. ഇങ്ങനത്തെ പെണ്ണ് ഓഫീസിലൂടെ നടക്കണം എന്നത് ആരുടെ താല്പര്യമാണ്? സ്ത്രീകൾ നോക്കണ്ടേ? ഫെമിനിസം എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ കയറിയിട്ട് അന്തം വിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ മതി. ഇങ്ങനെ ഒരു സ്ത്രീ അങ്ങാടിയിലൂടെ നടക്കണം എന്നത് ആരുടെ താല്പര്യമായിരിക്കും? ആർക്കായിരിക്കും ഇതിൽ കാണുന്നതിൽ ഇക്കിളി വരുന്നത്? ആർക്കായിരിക്കും അവരുടെ ഈ ലൈംഗിക ദാരിദ്ര്യം മൂലം ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്നത്? ആർക്കായിരിക്കും? ഈ ഫ്രോഡുകളാവുന്ന പുരുഷന്മാർക്ക്. എന്നിട്ട് അവര് വെക്കുന്ന ഡ്രസ്സിലൂടെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവുകയെ, അവര് വരയ്ക്കുന്ന രീതിയിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിച്ചു കളയേ പാടില്ലെന്നറിയണം. അതാണ് ബുദ്ധി. ഒരു പെണ്ണ് ജോലിക്ക് പോയി, ആ പെണ്ണിന് ഇടക്കിടക്ക് കുഞ്ഞിന് പാലെടുക്കാൻ വരേണ്ടി വരും. തീർച്ചയായിട്ടും നേരാവണ്ണം മൂത്രയിക്കണം എന്നുണ്ടെങ്കിൽ അവൾക്ക് വീടെത്തേണ്ടി വരും. ഈ ടെക്സൈസിലൊക്കെ നിൽക്കുന്ന സ്ത്രീജനങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ മൂത്രയിക്കാതെ പിടിച്ചു നിൽക്കുന്നു. അത് കാരണം മൂത്രത്തിൽ പഴുപ്പ് വരുന്നു, കിഡ്നിക്ക് അസുഖം വരുന്നു എന്നാണ് പറയണത്. അവർക്ക് പറ്റും വിധത്തിലൊരു ടോയ്ലറ്റ് കിട്ടണമെങ്കിൽ വീട്ടിലേക്ക് ഓടി വരേണ്ടി വരും. പിന്നെ എങ്ങനെ ജോലി ഇതും കൂടി പോവാ? പോട്ടെ, ഗർഭകാലത്ത് മാസങ്ങളോളം ലീവ് എടുക്കേണ്ടി വരും. ജോലി മുടങ്ങൂലേ? പ്രസവിച്ചു കിടക്കുമ്പോൾ സ്വാഭാവികമായും ഏതാനും ദിവസങ്ങളും മാസങ്ങളും ലീവ് വേണ്ടി വരും. മുടങ്ങൂലേ? ഈ കുഞ്ഞിനെ പരിചരിക്കാൻ ഉമ്മ വേണ്ടേ? വാപ്പ തൊട്ടിയിലാട്ടിയത് കൊണ്ട് കുട്ടിക്ക് യഥാർത്ഥ വളർച്ച കിട്ടൂ. അതാണ് പ്രകൃതിയുടെ നിയമം തന്നെ. കുടുംബപരമായ ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞത്. അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വലിയ സാധ്യതകളുണ്ട്. പരിശുദ്ധ ദീൻ പഠിക്കാനുള്ള നല്ല മാർഗങ്ങളുണ്ട്. വിശുദ്ധമായ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. നമുക്ക് നേതൃത്വം നൽകാൻ വലിയ സയ്യിദുമാരും ആലിമീങ്ങളുണ്ട്. ഇവിടെ നടക്കുന്ന ദർസ് ഈ കുട്ടികൾക്ക് മാത്രം പഠിക്കാനുള്ളതല്ല. നമ്മുടെ ഉസ്താദുമാരൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നാട്ടുകാരും അവിടെയുള്ള സ്ത്രീകളും ജനങ്ങളും ഒക്കെ ദീന് പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ നകളിപ്പുകളെല്ലാം തീർന്ന് നമ്മൾ റബ്ബിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം വരും. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച സൂക്തം സൂറത്തു അൽ ബഖറയുടെ 281-ാമത്തെ വചനം. അത് പരാമർശിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ്. ആ ദിവസം ഏത് കുബേരനും വരും, ഏത് കുചേലനും വരും, ദരിദ്രവാസിക്ക് വരും, സമ്പന്നന് വരും, അധികാരിക്ക് വരും. എല്ലാവരും വന്ന് റബ്ബിന്റെ മുമ്പിൽ എല്ലാ നകളിപ്പും അഹങ്കാരവും മാറ്റിവെച്ച് സമ്പൂർണമായി കീഴൊതുങ്ങും. ആ ദിനം വരുമ്പോഴേക്ക് എപ്പോൾ വിളിക്കപ്പെട്ടാലും നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയണം. അവനാണ് വിശ്വാസി. അൽ മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ അവനാണ്. അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും നല്ല ബുദ്ധിമാനാരാണ്? അവൻ അവൻ്റെ ആത്മാവിനെ നിയന്ത്രിച്ചു, തോന്നിയാസങ്ങളിൽ നിന്ന് മാറ്റി, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റയിലുമായിട്ട് സമയം കൊല്ലുന്നതിൽ നിന്ന് മാറി നിന്നു. ചാറ്റ് ചെയ്തുകൊണ്ട് പ്രണയം ഉണ്ടാക്കി, അതിൽ നിന്ന് അവൻ മാറി നിന്നു. വൃത്തികേട് കണ്ടുകൊണ്ടിരുന്നു, അതിൽ നിന്ന് മാറി. സുബൈക്ക് എഴുന്നേറ്റിട്ട് പോലും 2 ജുസ് അവൻ വാട്സാപ്പ് ഓതി, ഫേസ്ബുക്ക് ഓതി, ഇതിൽ നിന്ന് മാറി നിന്നു. വാമില ലിമാ ബഅദൽ മൗത്ത്, നാളേക്ക് വേണ്ടി അധ്വാനിച്ചു. അവനാണ് ബുദ്ധിമാൻ.
നാളേക്ക് വേണ്ടി അധ്വാനിച്ചു. ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. 500ഓളം കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് തോമസ് ആൽവ എഡിസൺ. അയാളുടെ മരണത്തെ ഒരു മാസം നീട്ടിവെക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. മൗലവി ഷാഫി തങ്ങൾ ഹിജറ 150 ജനിക്കുന്നത്, 204 വഫാത്താകുന്നു. 54 കൊല്ലം മാത്രമാണ് ജീവിച്ചത്. 54 കഴിഞ്ഞ ആളുകൾ ബാക്കിയുള്ള ആയുസ് ബോണസാണെന്ന് മനസ്സിലാക്കണം. രണ്ടാം ഷാഫി എന്ന രീതിയിൽ ലോകത്ത് വിജ്ഞാനം നിറച്ച ഇമാമുന നവവി റളിയല്ലാഹു അൻഹു 45 വർഷം മാത്രമാണ് ജീവിച്ചത്. ലോകത്തിന്റെ നായകർ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. അവിടുത്തെ സന്തത സഹചാരി നേലുപോലെ തന്നെ പിന്തുടർന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 63 വയസ്സ് മാത്രമാണ് ജീവിച്ചത്. ഒടുവിൽ നമുക്കും ആ ദിനമെത്തും. ഈ പ്രഭാഷണം പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പൂർത്തിയാവുന്ന പോലും എനിക്ക് ഉറപ്പില്ല. ഇത് നിർത്തിയേ പറ്റൂന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിർത്തണം. എന്നാൽ പോലും ഈ ഒരു 2 മിനിറ്റ് എടുത്ത് ഇതൊന്ന് കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അത് കേട്ട് മനോഹരമായി വീട്ടിലെത്തുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കരുത്. ഇതാണ് മനുഷ്യൻ. കപ്പൽ നിർമ്മിക്കാൻ പറ്റും, പക്ഷേ ആ കപ്പലിൻ്റെ ദിശ നിർണ്ണയിക്കുന്നിടത്ത് പാളും. സമ്പത്ത് സ്വരൂപം കൂട്ടാൻ പറ്റും, അത് ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ അധികാരമില്ലാതായി മാറും. ഇഷ്ടം പോലെ പണം ഉണ്ടാവും, ഇഷ്ടം പോലെ ഫ്രൂട്ട്സും ഭക്ഷ്യപദാർത്ഥങ്ങളും ഉണ്ടാവും, ഒന്നും തൊടാൻ പറ്റൂല. നല്ല ഇഷ്ടമായിരുന്നു മത്തി, പടച്ചോനെ യൂറിക് ആസിഡ്. നല്ല ഇഷ്ടമായിരുന്നു കൈപ്പങ്ങ, പടച്ചോനെ യൂറിക് ആസിഡ്. നല്ല ഇഷ്ടമായിരുന്നു മാമ്പഴം, പടച്ചോനെ ഷുഗർ. നല്ല ഇഷ്ടമായിരുന്നു മൂപ്പർക്ക് രാവിലെ പ്രാതലിന് പിട്ടും കടലയും, പടച്ചോനെ ഷുഗർ. എത്ര മനുഷ്യന്മാരുണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, പക്ഷെ വായിക്കൊരു തുള്ളി വെക്കാൻ പറ്റൂല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സഹാബിവര്യന്മാർ, ഉമറുൽ ഫാറൂഖ് തങ്ങളൊക്കെ ശമ്പളം വാങ്ങാതെ ബുദ്ധിമുട്ടി. ശമ്പളം വാങ്ങൂല, വല്ലാതെ കുടുങ്ങി, കുടുംബം കുടുങ്ങി. ഒരു ഇതപ്പനയുടെ മെട്ടൽ വെട്ടിയിട്ടിട്ട് അതിലാ കടന്നുറങ്ങല്. തലയണ 25,000 ഉറുപ്പ്യ എടുത്ത പെപ്സിന്റെ തലയണ അല്ലായിരുന്നു. വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുക്കാൻ പറ്റുന്നതല്ലായിരുന്നു. മണൽ കൂട്ടി വെക്കും, കപ്പക്ക് തറടിക്കുന്നത് പോലെ. അതിൻ്റെ മുകൾ ഭാഗം ഒന്നിട്ട് പരത്തി സോഫ്റ്റ് ആക്കും, അത് തല വെച്ച് സുന്ദരമായി ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ആ ഈത്തപ്പനയുടെ ഈ ഒരള്ള പട്ട ശരീരമാസകല അമർന്നിട്ട് പാട് വന്നിട്ടുണ്ടാകും. അലിയാർ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബാക്കറാം ഒരു യോഗം ചേരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീനോട് ശമ്പളം വാങ്ങാൻ പറയണം, ഒരു തലയണ നിർമ്മിച്ചു കൊടുക്കണം. തീരുമാനമൊക്കെ എടുത്തു. ഇനി ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നുള്ളിടത്ത് ആശങ്കയായി. ഓരോരുത്തർ എസ്കേപ്പായി. കാര്യം ഉമർ റളിയല്ലാഹുവിനോട് അത് പോയി പറയാനുള്ളത്. അവസാനം അവരൊരു ബുദ്ധി പ്രയോഗിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹയെ സമീപിക്കണം. സ്വന്തം മോളാകയാൽ ഉമർ റളിയല്ലാഹുവിനെ സ്നേഹിക്കുന്നു, പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാകയാൽ ബഹുമാനിക്കാൻ നിർബന്ധിതനാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഇവരുടെ പ്രേരണ കൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ചരിത്രത്തിന്റെ അനർഘമായൊരു സന്ദർഭം. വിക്കി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങ് ശമ്പളം വാങ്ങണം, ഞങ്ങളൊരു തലയണ നിർമ്മിച്ച് തരുന്നുണ്ട്. ഒരു പഴന്തുണി നിരത്തി വെക്കുക, ഈത്തപ്പനയുടെ ഓലകൾ പീസാക്കി അതിൽ കൂട്ടി വെക്കുക, ആ 4 മൂലയും കൂട്ടിക്കെട്ടുക, എന്നിട്ടൊന്നിട്ട് അമർത്തിയിട്ട് തല കുത്തനെ കമത്തി വെക്കുക. ഇതാ തലയണ. നിങ്ങളെ ശമ്പളം വാങ്ങണം. കുട്ടികളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഉമർ ഫാറൂഖ് തങ്ങൾ പ്രിയപ്പെട്ട മോളോട് ചോദിച്ചു, മോളെ നീ എൻ്റെ വീട്ടിൽ വളർന്ന ആളാ, നിനക്കിത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല, ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഹഫ്സ ബീവി മിണ്ടാതെ പിടിച്ചു നിന്നു. ഉമർ ഫാറൂഖ് തങ്ങൾ പതിയെ എഴുന്നേറ്റിട്ട് തൻ്റെ മോളെ ചേർത്ത് നിർത്തി. കുട്ടി, ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും എൻ്റെ 2 കൂട്ടുകാരും ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയതാണ്. 2 പേരും അവരുടെ ലക്ഷ്യസ്ഥാനം പ്രാപിച്ചു. മുത്ത് റസൂലും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഒരു തരിമ്പ് സ്വത്തില്ലാതെ മൊത്തം ദാനം ചെയ്ത് അവിടുന്ന് ജീവിച്ചു. എൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് മുത്ത് റസൂലിൻ്റെ നേലായി ഗാർസോറിൽ പിന്തുടർന്നു. 2 പേരും മരണപ്പെട്ട് അവരുടെ ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അവരനുഭവിക്കാത്തൊരു സന്തോഷം എനിക്ക് വേണ്ട മോളെ. നീ മറന്നുപോയോ നിന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ അഭിമാനപുത്രൻ അബ്ദുല്ലാഹിബിൻ ഉമറിനെ പൊക്കി നിർത്തിയിട്ട് അള്ളാന്റെ റസൂൽ തൻ്റെ മോൻ്റെ 2 കൈയിലും 2 ചുമലിലും കൈവച്ച് കണ്ണോടുടുക്കി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആർദ്രമാം സ്വരത്തിൽ ഒരു കാര്യം പറഞ്ഞത് മോളെ നീ മറന്നുപോയോ? യാ അബ്ദല്ലാഹ് കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്
അബ്ദുള്ള, ഈ ദുന്യാവിൽ നീ ഒരു വിദേശിയെ പോലെയാകണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ കബറാളികളുടെ കൂട്ടത്തിൽ നീ പരിഗണിക്കണം. നിന്റെ പ്രിയപ്പെട്ട സഹോദരനാകുന്ന എൻ്റെ അഭിമാനപുത്രൻ അബ്ദുള്ളയുടെ ചുമലിൽ കൈവച്ച് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്, മോളെ ഹഫ്സ, നീ മറന്നുപോയോ? നീ അങ്ങനെ മറന്നുപോയോ? പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ യാത്ര ഇങ്ങനെയൊക്കെ തന്നെ പൂർത്തിയാക്കട്ടെ. എന്നോട് മുത്തറസൂൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റൂമിക്ക് ചെന്നപ്പോ ആ റൂമിൽ ഒരു ഈത്തപ്പന ഓലയിൽ റസൂലുള്ളാഹി കിടക്കണം. ഒരു തോൽപാത്രത്തിൽ ഇത്തിരി കുടിക്കാനുള്ള വെള്ളം, തോൽ ഉറക്കിടാൻ ഔഷധ വീര്യമുള്ള കുറച്ച് ഇലകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നാലാമത്തൊരു സംഭവം ആ റൂമിലില്ലായിരുന്നു. വിശപ്പ് കാരണം എൻ്റെ ഹബീബിൻ്റെ വയറ് താഴേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കരച്ചിൽ വന്നു മോളെ, ഞാൻ അങ്ങനെ കരഞ്ഞു. എൻ്റെ കരച്ചിൽ കേട്ട് മുത്തറസൂൽ എഴുന്നേറ്റു. എന്ത് പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. ഒന്നുമില്ല റസൂൽ, കിസ്റയെ കുറിച്ച് ഞാൻ ആലോചിച്ചു, കൈസറിനെ കുറിച്ച് ആലോചിച്ചു. എന്തൊരു സന്തോഷത്തിലാണ് അവർ ജീവിക്കുന്നത്, എന്തൊക്കെ ആനുകൂല്യങ്ങളാണുള്ളത്, എന്തൊക്കെ ആഡംബരങ്ങളായുള്ളത്. പഞ്ചാമരം വീശാൻ സുന്ദരികളാകുന്ന പെണ്ണുങ്ങൾ, 6-7 നേരം മൃഷ്ടാന്ന ഭോജനം, കാവൽക്കാർ, സന്തോഷം, മെനുമെനുത്ത പട്ടുമെത്തകൾ. ലോകത്തിന്റെ നായകൻ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ച് മുത്തറസൂൽ ചോദിച്ചു, അമാ തർലായ ഉമർ, ഉമറെ അങ്ങേക്ക് ഇഷ്ടല്ലേ അവർക്കൊക്കെ ഈ ദുന്യാവ് പറുദീസയാകുന്നതും നമുക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഇടമാകുന്നതും? അവരുടെയൊക്കെ സന്തോഷം ഇവിടെ തന്നെ തീർന്നു പോകുന്നതും നമ്മുടെ സന്തോഷം ഇവിടെ നിന്നുള്ള യാത്രയിൽ ആരംഭം കുറിക്കുന്നതും. അവരൊക്കെ ഇവിടുന്ന് തീർന്നു പോകും, എല്ലാ ആഘോഷവും തീരും, അവരുടെ നെകളിപ്പ് അവസാനിക്കും. നമ്മുടേത് തുടങ്ങാനിരിക്കണേ ഉള്ളൂ ഉമറെ, അത് അങ്ങേക്ക് സന്തോഷല്ലേ? ഇത് ഓർത്താണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് എനിക്ക് ശമ്പളവും വേണ്ട തലേണിയും വേണ്ട എന്ന് പറയണത്. അത്തരം ഹലാലായ ആവശ്യങ്ങളെയും ദുന്യാവിനെയും പരിഗണിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ദുന്യാവ് ആഖിറത്തിന് തടസ്സാവരുത്. നമ്മുടെ മൊബൈൽ ഫോൺ ആഖിറത്തിലും ഖബറിലും നമുക്ക് തടസ്സാവരുത്. നമ്മൾ 3 മാസത്തേക്ക് കയറ്റിയ ഡെയിലി 2 GB ഇന്റർനെറ്റ് ഒരിക്കലും നമ്മുടെ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ വാരിക്കുഴി തീർക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ജീവിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, ഇൽമ് നേടിക്കൊണ്ടിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൽമിൻ്റെ മുതഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും ഒക്കെ അവർ ഈ രംഗത്തെ സേവകരാണ് എന്നതിനാൽ മാത്രം ഇഷ്ടപ്പെടുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ നടത്താൻ പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇനി സംഘടിപ്പിക്കാൻ പോകുന്ന ഓരോ സംരംഭത്തിലും ഓരോ പുരോഗമന പ്രവർത്തനത്തിലും നിങ്ങളുടെയൊക്കെ അഗൈതവമായ പിന്തുണയും സഹകരണവും ഉണ്ടാവുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.